Good evening. Good evening, Miss. Good evening. Good evening. Good evening. നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ഇട്ടേക്കും. ഇനി എല്ലാവരും ചിലപ്പോൾ 15ന്റെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നുണ്ടോ, ആ ലിങ്കിലാണോ ഇതിലാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മെസ്സേജിങ് ഇട്ട് വെച്ചേക്കെ. 15 ബാച്ചിന് മാത്രമേ ഉള്ളൂ റിവിഷൻ. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുവോ, ഏതാ ആദ്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അവിടെ ചിലപ്പോ കൺഫ്യൂഷൻ ആയിട്ട് കഴിഞ്ഞ ബാച്ചിനൊക്കെ പറ്റിയതാ. അവരവരുടെ ക്ലാസ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു, പി ജി ഗ്രൂപ്പ് അല്ല ആയിരിക്കില്ല. മോക്ക് ടെസ്റ്റ് എല്ലാം കിട്ടിയോ? ആ മിസ്സേ, ഞങ്ങൾക്ക് ഇനി മൺഡേക്കുള്ള മോക്ക് ടെസ്റ്റ് കിട്ടാനുണ്ട്. നാളത്തെ എക്സാമിന്റെ കിട്ടിയിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട് ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതില് നിങ്ങൾ മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, മാനേജ്മെന്റിന്റെ ഒറിജിൻ, അത് ഏത് ലാംഗ്വേജിൽ നിന്നും ഡിറൈവ് ചെയ്തു, ഏത് കൂടുതൽ പലതും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച്, ലാറ്റിൻ അങ്ങനെയുള്ള ലാംഗ്വേജിൽ നിന്നാണ്. ഇത് മാനേജ്മെന്റ് തന്നെയല്ല, പല നമ്മുടെ ഇംഗ്ലീഷിലെ പല വേർഡും ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ്. അപ്പൊ 17th 18th സെഞ്ചുറിയിലൊക്കെ ആ ഒരു ഇംഗ്ലീഷ് വേർഡ് മാനേജ്മെന്റ് നമ്മൾ ഡിറൈവ് ചെയ്തത് ഫ്രഞ്ച് അങ്ങനെയുള്ള ലാംഗ്വേജിൽ നിന്നായിരുന്നു. അങ്ങനെ പിന്നെ അതിന്റെ ഒരു ഇറ്റാലിയൻ വേർഡിന്റെ ഒരു മീനിങ് വരുന്ന രീതിയിലുള്ള ഒരു വേർഡൊക്കെ സെലക്ട് ചെയ്യേണ്ടായി. പിന്നെ മാനേജ്മെന്റിന്റെ പല പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു, ആർട്ടായിട്ടും സയൻസ് ആയിട്ടും ഓർഗനൈസേഷൻ ആയിട്ടും, അതുപോലെ തന്നെ പേഴ്സൺ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ, അല്ലെ? അങ്ങനെ പല പെർസ്പെക്റ്റീവ് മാനേജ്മെന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ഗ്രൂപ്പ് എന്ന നിലയിലും, അതുപോലെ തന്നെ സയൻസ് ആയിട്ടും ആർട്ടായിട്ടും, അങ്ങനെ എല്ലാ ഇതിലും ഫിലോസഫി, ലോ അങ്ങനെയുള്ള രീതിയിലെല്ലാം മാനേജ്മെന്റിനെ കണ്ടു. എനിക്കറിയാം മാദ്രമിസ് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്കറിയാം. ഏതൊരു പ്രോഗ്രാമും അതിനൊരു ബേസിക് ആയിട്ടൊരു ഫങ്ഷൻസ് ഉണ്ടാകും, ഒരു പ്ലാനിങ് ഉണ്ടാവും, അത് ഓർഗനൈസ് ചെയ്യുന്നു. ഒരു മാരേജ് ഫങ്ഷൻ തന്നെ അല്ലെ നമുക്കറിയാം, കോർഡിനേറ്റ് ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു, ജസ്റ്റ് കൺട്രോളിങ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മാനേജ്മെന്റിലും ബേസിക് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോ ഈ മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിൽ ആദ്യകാലങ്ങളിലൊക്കെ ട്രേഡിങ് ബിസിനസ് വളരെയധികം നടന്നിരുന്നു. യൂറോപ്യൻ കൺട്രീസ് മെയിൻ ആയിട്ടും ട്രേഡിങ്ങിൽ വളരെ, കാരണം മറ്റു കൺട്രികളിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സുലഭമായി ലഭിച്ചിരുന്ന പല സാധനങ്ങളും നമ്മളുടെ ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ സ്പൈസസ് ഒക്കെ അവര് കടൽ മാർഗമൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പൊ ട്രേഡിങ് കൂടുതലായി നടന്നൊരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അപ്പൊ അവിടെ ശരിക്കും ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ വന്നു. ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അത് എങ്ങനെയാണ് ആ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ബേസിക് റോൾസ് എല്ലാം പറഞ്ഞു. ഇന്റർപേഴ്സണൽ ഉണ്ട്, ഇൻഫോർമേഷണൽ ഉണ്ട്, ഡിസിഷണൽ. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്, മെസ്സേജസ് കൺവേ ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, ആ ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് എംപ്ലോയീസ്, മറ്റാളുകളുമായിട്ട് ഇടപഴകുന്നത്. അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ, അതുമായി കണക്ട് ചെയ്യുന്ന മറ്റ് ആളുകൾ, അവരുമായിട്ടുള്ള ഇടപെടൽ, അതാണ് ഇന്റർപേഴ്സണലിൽ വരുന്നത്. നെക്സ്റ്റ്, ഇതിൽ നിന്നെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ്. അപ്പൊ ആ റോൾസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെതായ സ്കില്ലുമുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്കില്ല്, തിയററ്റിക്കൽ ആയിട്ടുള്ള സ്കിൽസ്, അങ്ങനെ കുറെ സ്കിൽസ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരെ, അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാനേജ്മെന്റിനെ കുറിച്ച് തന്നിട്ട് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറഞ്ഞത്. അതിന്റെ നേച്ചർ, സ്കോപ്പ്, അതെന്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നു, മെയിൻ ആയിട്ടും അതിൽ വരുന്ന ഫങ്ഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അങ്ങനെ സക്സസ്ഫുൾ ടീം ബിൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ബേസ് ചെയ്യുന്നത് ഹെൻറി ഫയോണിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹെൻറി ഫയോണിന്റെ. അതിൽ ഓരോന്നായിട്ടും നമുക്കറിയാം. ഡിവിഷൻ ഓഫ് വർക്ക്, നമ്മള് സ്കിൽഡ് ആയിട്ട് ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആ ജോലി. അതോറിറ്റി, അതിനെ മേൽനോട്ടം വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അല്ലെ? ഇങ്ങനെ കുത്തഴിഞ്ഞ പോലെയൊന്നും ആയിരിക്കില്ല. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, ആ ഒരു എല്ലാവരിലും ഒരേ രീതിയിൽ തന്നെ എത്തുന്ന രീതിയിൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അല്ലാതെ കുറെ പേര് ഒരു വഴി കുറെ പേര് വേറെ വഴി അങ്ങനെയല്ല. എല്ലാവരും അതിന് അനുസരിച്ച്
ആ ഒരേ രീതിയിൽ തന്നെ പോകുന്നത്. പിന്നെ താഴെ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും, അവരുടെ ഇൻട്രസ്റ്റുകൾ പരിഗണിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വേജസ് കൊടുക്കുന്നത്, റെമുനറേഷൻ. പിന്നെ സെൻട്രലൈസ്ഡ്, അതായത് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് പോലുള്ളത്. പിന്നെ സ്കേലാർ ചെയിൻ, ആ ഒരു നെറ്റ്വർക്കിംഗ്. മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ഓർഡർ, പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും, ഔട്ട്സൈഡ് റിസോഴ്സസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇക്വിറ്റി, എല്ലാവരും ഈക്വൽ ആണെന്നുള്ളത്. സ്റ്റെബിലിറ്റി, എല്ലാത്തിനും ഒരു കൺസിസ്റ്റൻസി വരുന്നത്. പിന്നെ ഇനീഷ്യേറ്റീവ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എസ്പ്രിറ്റ് ഡേ കോപ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. അതിന്റെ മീനിങ് ഗ്രൂപ്പ് സ്പിരിറ്റ്, സോളിഡാരിറ്റി, ആ ഒരു ടീം വൺനെസ്, ഈ ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു ഫീൽ. ഇതെല്ലാം ഇൻ ഷോർട്ട് ഒരു നട്ട്ഷെല്ലില് ഈ ഫംഗ്ഷൻസിനെ എല്ലാം, ഈ 14 കാര്യങ്ങളെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, അതിന് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് സമയത്ത് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, അങ്ങനെ 5 രീതിയിൽ ഈ 14 ഫംഗ്ഷൻസിനെയും ഒരുമിച്ച് ഒരു ക്യാപ്സൂൾ പോലെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമ്മൾ ഈ രീതിയിലുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു അപ്രൈസൽ എന്നുള്ളൊരു കൺസെപ്റ്റ് വരണം, അല്ലെ? ഒരു അപ്രീസിയേഷൻ, റിവാർഡ്. അതെപ്പോഴും നമ്മൾ അപ്രൈസൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പബ്ലിക് ആയിട്ട് തന്നെ പറയും. പക്ഷെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ആ വ്യക്തിയെ മാത്രം, അയാളുടെ ആ വീക്ക്നെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും പറയുന്നത്. അതാണ് അപ്രൈസലിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, നമുക്കറിയാം എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ലെവൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലൊക്കെ നടക്കും. പക്ഷെ ആ ഒരു ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ്, ഈവൻ ചോക്ക് ഉൾപ്പെടെ, ചോക്ക്, ബോർഡ്, ഡെസ്ക്, ബെഞ്ച്, എന്തൊക്കെ വേണമോ ആ റിസോഴ്സസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. അതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്, അതായത് ശരി പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, പ്രോപ്പർ ആയിട്ട് ലൈറ്റ്, പ്രോപ്പർ ആയിട്ട് എയർ, അങ്ങനെ ഒരു ക്ലാസ്സിലത്തെ ഫെസിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ സ്കൂളിലെ ഓവറോൾ മറ്റ് ഫെസിലിറ്റീസ്, ഡ്രിങ്കിങ് വാട്ടർ, ക്ലീനിങ് വാട്ടർ, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിലാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻസ്, 8 മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. അത് അവരുടെ ആ ഒരു മെത്തേഡ്സ് ഓഫ് വർക്ക് അനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ, കാരണം അവർ പ്ലാൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. കാരണം പ്രോപ്പർ ആയിട്ട് ഒരു ക്ലാസ് നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ഒരു പ്രോഗ്രാം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആനുവൽ ഡേ ആകാം, അങ്ങനെ എന്തെല്ലെങ്കിലൊക്കെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നടക്കുന്നത്. ഇതൊക്കെയാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആ ഒരു മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അക്കാദമിക് ഏരിയയിൽ എങ്ങനെയാണെന്നുള്ളത്. അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനാണ് ഇവിടെ കൂടുതൽ റോൾസ് വരുന്നത്, അല്ലെ? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനാണ് ഇവിടെ റോൾ വരുന്നത്. ഒരു ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യണം, ആ ക്ലാസ് റൂമിലെ മാനേജർ എന്ന് പറയുന്നത് ടീച്ചറാണ്. ടീച്ചറിന്റെ പല റോൾസും നമുക്ക് കാണാം. അപ്പൊ ഈ ക്ലാസ് റൂം മാനേജ് ചെയ്യാനായിട്ട് പണ്ട് കാലം തുടങ്ങിയ പല രീതിയിലുള്ള അപ്രോച്ചുകൾ എടുത്തിരുന്നു. പല രീതിയിൽ എങ്ങനെയെല്ലാമാണ് ലേണിംഗ് പ്രോസസ്സിനെ കൊണ്ടുപോകേണ്ടത്. പഴയ ഒരു മെത്തേഡല്ല ഇപ്പോഴുള്ളത്, അല്ലെ? ഇപ്പൊ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയി, സ്റ്റുഡന്റ് സെന്റേർഡ് ആയി. പണ്ടത് ടീച്ചർ സെന്റേർഡ് ആയിരുന്നു, ഇപ്പൊ അത് സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഓരോ ആളുകളുമാണ് ഇതിന്റെ പലതും ഡിസൈൻ ചെയ്തത്. അങ്ങനെ ഹെർബേഷ്യൻ അപ്രോച്ച് ഉണ്ട്, ഇവാലുവേഷൻ അപ്രോച്ച്, മാനേജിങ് ടീച്ചിങ് ലേണിംഗ്, ഓർഗനൈസിങ് ടീച്ചിങ്. അതൊരു ഓൾഡ് ക്ലാസിക്കൽ അപ്രോച്ചാണ് ഹെർബേഷ്യൻ അപ്രോച്ച്, അതൊക്കെ വരുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടീച്ചർ കൺട്രോൾഡ്, ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള രീതിയായിരുന്നു ഹെർബേഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു തോട്ട്ലെസ് ടീച്ചിങ് ആണ്, കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണാതെ പഠിച്ച് ഇങ്ങനെ അങ്ങനെ ഓർമ്മയിൽ വെക്കുന്നു, അങ്ങനെ അവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു ഓൾഡ് ക്ലാസിക് മെത്തേഡ് ആണ് ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇവാലുവേഷൻ അപ്രോച്ച്. ഇവാലുവേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്സിലാണ് നടക്കുന്നത്. PS ബ്ലൂം ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂം ടീച്ചിങ്.
അത് കുറച്ചുകൂടി ഒരു നല്ല മെത്തേഡായിരുന്നു. കാരണം എഡ്യൂക്കേഷണൽ എന്താണ് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കുറെ ലേണിംഗ് എക്സ്പീരിയൻസസ് ആ രീതിയിലെല്ലാം ലേണിംഗ് പ്രോസസ് വരും. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു. ഈ ബ്ലൂം ഡെവലപ്പ് ചെയ്ത ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. പിന്നെ മാനേജിങ് ടീച്ചിങ് ലേണിംഗ് കുറച്ചുകൂടെ അതൊന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ആയി. അതിന് 4 സ്റ്റെപ്സ് ആണ് വന്നത്. അതായത് ഒരു ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്ലാൻ ചെയ്യുന്നു ആദ്യം, പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ അതിനെ ക്ലാസ്സിനെ ലീഡ് ചെയ്യുന്നു, പിന്നെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഈ ഒരു മാനേജിങ് ടീച്ചിങ് ലേണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ വന്നത്. പിന്നെ ഓർഗനൈസിങ് ലെവൽ കുറച്ചുകൂടെ കുട്ടികള് കാണാതെ പഠിക്കുന്ന മെത്തേഡിൽ നിന്നും കുറച്ചുകൂടെ അവര് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നല്ലൊരു അറിവാക്കി, അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അതിൽ വന്നു. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് ആ റിസൾട്ട് കണ്ട് അങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങി. പിന്നെ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്, ഇതിൽ പല ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഇപ്പൊ തന്നെ നമ്മൾക്ക് മോണ്ടിസോറി മെത്തേഡിൽ നിങ്ങൾ പലതരം ടൂൾസ്, പലതരം ടെക്നിക്സ്, പലതരം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ലേണിംഗ് പ്രോസസ് നടത്തുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ്, പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡുകളാണ്. പിന്നെ ഒരു ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്, അതിൽ നമുക്കറിയാം ആ ഒരു മെത്തേഡ് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സിന് മുമ്പ് തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ, ഒരു പ്രീ സ്റ്റേജ് വരുന്നു, പ്രീ ആക്റ്റീവ് സ്റ്റേജ്. ടീച്ചർ നല്ലതുപോലെ ആ ടോപ്പിക് നല്ലതുപോലെ പഠിച്ച് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു പ്ലാനിങ് ഈ ക്ലാസ്സിന് മുമ്പ് നടക്കും. എന്നിട്ട് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സ്റ്റേജ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു അനാലിസിസ്, ഒരു ഇവാലുവേഷൻ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ നടക്കും. ഇത് നല്ല രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണിത്. പിന്നെ ഡയമെൻഷൻസ്, ക്ലാസ് റൂമിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് അല്ലെ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ജസ്റ്റ് ഫിസിക്കലി നമുക്ക് എന്തൊക്കെയാണ് ആ ക്ലാസ് റൂമിൽ വരുന്നത്, ഡെസ്ക്, ബെഞ്ച്, ബോർഡ്, അങ്ങനെ പല സ്മാർട്ട് ക്ലാസ് റൂം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊജക്ടർ, അതിനനുസരിച്ചുള്ള സ്ക്രീൻ, അങ്ങനെയുള്ള രീതിയിൽ എന്തെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബോർഡിന്റെ ഫെസിലിറ്റീസ് ഉൾപ്പെടെ എന്തെല്ലാം വേണം. ടീച്ചറാണ് അവിടെ മാനേജർ, ടീച്ചറാണ് ഈ ഫെസിലിറ്റീസ് ഒക്കെ കറക്റ്റ് ഉണ്ടോ, അതായത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഫാൻ, ലൈറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോപ്പർ വെന്റിലേഷൻ, ഇതെല്ലാമാണ് ഒരു ക്ലാസ് റൂമിന്റെ ഫിസിക്കൽ ഡയമെൻഷൻ വരുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ആൻഡ് ടോട്ട് റിലേഷൻ, ടീച്ചറും കുട്ടി, പ്യൂപ്പിൾ, സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻ, അവിടെ ഒരു സോഷ്യലൈസ് ചെയ്യുന്ന ഒരു കൾച്ചർ ഡയമെൻഷൻ വരുന്നത് അതാണ്. പിന്നെ കുട്ടികൾ തമ്മിലുള്ള ബന്ധം, പിന്നെ അതുപോലെ തന്നെ ടീച്ചറും പ്രിൻസിപ്പൽ, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രിൻസിപ്പൽ തമ്മിലുള്ള ബന്ധം, പിന്നെ റിലേഷൻഷിപ്പ് എമംഗ് ടീച്ചേഴ്സ്, ഇതെല്ലാമാണ് സോഷ്യൽ കൾച്ചറൽ ഡയമെൻഷനിൽ വരുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ഡയമെൻഷൻ, ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ശരിക്കും നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ആ ഒരു കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കി നമ്മൾ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു രീതി. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷൻ, ടീച്ചർ ഇൻസ്പയർ ചെയ്യണം, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, ടീച്ചർ മനസ്സിലാക്കണം കുട്ടികളുടെ പ്രോബ്ലംസ്, ടീച്ചർ മനസ്സിലാക്കണം കുട്ടികളുടെ പൊട്ടൻഷ്യൽ, ഇതെല്ലാമാണ് ഈ സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. നെക്സ്റ്റ് എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ. ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, ഒരു ടീച്ചറുടെ റോള് ക്ലാസ് റൂമിൽ മാനേജർ ആണെന്ന് പറഞ്ഞു, അതിനേക്കാൾ ഉപരിയായിട്ട് പല റോൾസും ടീച്ചർ ചെയ്യാനായിട്ടുണ്ട്. ടീച്ചർ ഒരു ലീഡർ തന്നെയായിരിക്കണം ക്ലാസ്സിൽ, കുട്ടികൾക്കൊരു റോൾ മോഡൽ ആയിരിക്കണം, ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യണം കുട്ടികളെ. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ്, ഒരു ഹാപ്പി മൂഡ്, എന്ന് പറഞ്ഞിട്ട് ബോറിംഗ് ആണ് അങ്ങനത്തെ രീതിയിലുള്ള ആ ഒരു വെൽക്കമിങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം, ക്ലാസ്സിലേക്ക് വരാനായിട്ട് തോന്നണം, ടീച്ചറുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നണം. അപ്പൊ അതുപോലെ തന്നെ ഒരു ടീച്ചർ കുട്ടികളോട് അങ്ങനെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഒരു ടീച്ചറാണ് ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എപ്പോഴും ആ ഒരു ഇത് പാലിക്കണം, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു, എന്നാലാണ് ആ ഒരു അവർ തമ്മിൽ ഡിസ്റ്റൻസ് പാലിക്കണം എന്നുള്ളതല്ല, ടീച്ചർ ആണെന്നുള്ളൊരു സെൻസ് നമുക്ക് ഉണ്ടായിരിക്കും.
ഇറ്റ് ഷുഡ് ബി വാല്യൂ ബേസ്ഡ്. ഇപ്പം നല്ല രീതിയിലൊക്കെ ക്ലാസ് എടുക്കുന്നു, സ്കൂളിന്റെ ഏതെങ്കിലും ഭാഗത്ത് പോയി നിന്ന് ആ ഒരു സാറ് സ്മോക്ക് ചെയ്യുവാണെങ്കിൽ അത് കോഡ് ഓഫ് കണ്ടക്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. ആ ഒരു ഇതെല്ലാമാണ് ആ വാല്യൂസ്, കുട്ടികൾക്ക് കിട്ടുന്നത് ആ ഒരു വാല്യൂസ്, അതാണ് എത്തിക്കൽ കൺസിഡറേഷൻ, ഒരു വാല്യൂ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ പല കാര്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ വേരിയബിൾസും കാര്യങ്ങളും എല്ലാമാണ് വിളിക്കുന്നത്. റിലേഷൻഷിപ്പ് അത് ഓൾറെഡി നമ്മൾ ആ സോഷ്യോ കൾച്ചറൽ ഡയമെൻഷനിൽ നമ്മൾ ആ ടീച്ചർ ആ റിലേഷൻഷിപ്പ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പും കൂടെ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി റിലേഷൻസ്, പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സബ്ജക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ്, നമുക്കറിയാം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അവരുടെ കഴിവുകൾ മാക്സിമം ഉപയോഗപ്പെടുത്താനും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം സ്കൂൾ ആണെങ്കിലും കോളേജ് ആണെങ്കിലും. ഇനി ക്ലാസ് റൂം മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ്, ലബോറട്ടറി, ലൈബ്രറി, അതുപോലെ തന്നെ ഫീൽഡ് വർക്ക്, ട്രിപ്പ്, സ്റ്റഡി ടൂർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഹോം അസൈൻമെന്റ്, പിന്നെ റെമഡിയൽ ടീച്ചിങ്ങിന് വേണ്ടുന്ന മെത്തേഡ്സ്, ഇതെല്ലാം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഡിവൈസസ് ആണ്, സപ്പോർട്ടിംഗ് ഡിവൈസസ് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ടീച്ചറുടെ റോള് ക്ലാസ് റൂമിൽ 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 27, 28 പറയുന്നത് ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഫിലോസഫർ ആണ്, ഗൈഡ് ആണ്, പിന്നെ റിസർച്ചർ, മാനേജർ, ഒരു മെന്റർ ആണ്, ഡേറ്റ കോച്ച് ആണ്, അങ്ങനെ പല രീതിയിലുള്ള റോൾസ് ടീച്ചർക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഇവാലുവേഷൻ, നിങ്ങളിപ്പോ സ്കൂളിലൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ചെറിയ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, അല്ലെങ്കിൽ ചെറിയ ആക്ടിവിറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് കൊടുക്കും, കുട്ടികൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ പല രീതിയിലുള്ള അസസ്മെന്റും ടെക്നിക്സും യൂസ് ചെയ്യാം. സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാംസ്, അത് മിക്കവാറും അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെക്കേഷന്റെ ഫാക്കൾട്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം FTP എന്ന് പറഞ്ഞ മിക്ക സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് സെഷൻസ് ആണ്, ചിലപ്പോൾ 10 days അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിങ് സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ വളരെയധികം കുട്ടികളെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. എപ്പോഴും ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ഇമോഷൻസ്, ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ആയിട്ട് പറ്റണം. കുട്ടികളുടെ ഐഡിയാസിനെ റെസ്പെക്ട് ചെയ്യണം, അത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഐഡിയ ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, സിമിലർലി അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം കൊടുക്കണം, നല്ല രീതിയിലുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ ഒരു ബിഹേവിയർ. ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകുന്നുണ്ടോ? രമ്യ പറഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ്. നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. അവര് നല്ല രീതിയിൽ ക്ലാസ് നടക്കാനുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ആ എക്സാമിന് വേണ്ടുന്ന നല്ലൊരു എൻവയോൺമെന്റ്, അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് അത് പ്രൊവൈഡ് ചെയ്യും. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, അതിന് വേണ്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതിനെല്ലാം ഒരു റെക്കോർഡും രജിസ്റ്ററും എല്ലാം അവർ കീപ്പ് ചെയ്യുന്നു. പണ്ടൊക്കെ എല്ലാം എഴുതി വെക്കുകയായിരുന്നു, ഇപ്പോഴും അങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അത് ഡിജിറ്റൽ ഫോമിൽ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അതിന്റെ ഏരിയാസും കാര്യങ്ങളും ഫിനാൻസും അക്കൗണ്ടിങ്ങും, കൂടുതൽ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്. എല്ലാവരുടെയും ശമ്പളം തുടങ്ങി എല്ലാ കാര്യങ്ങളും അവിടെ വരുന്ന ബഡ്ജറ്റ് പ്ലാനിങ്, അതിനനുസരിച്ച് ഫണ്ട് റേസ് ചെയ്യുന്നതും എല്ലാം അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ വരും. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഫിസിക്കൽ ഫെസിലിറ്റീസ് പലതും. നമുക്കറിയാം ഒരു സ്കൂൾ ആകുമ്പോൾ അവിടെ വേണ്ടുന്ന ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉപയോഗിക്കുക, ടൈം ടേബിൾ ഒക്കെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്കൂളിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്, കുട്ടികളിലേക്ക് നല്ല അവയർനെസ് എത്തുന്ന രീതിയിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ്, നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അങ്ങനെയുള്ള കാര്യങ്ങളിലും കുറെ കരിക്കുലർ ആക്ടിവിറ്റീസ്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് സ്കൂൾസിനനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് ടീം വർക്കാണ് ഈ അഡ്മിനിസ്ട്രേഷന്റെ
ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വരുന്നത്. കാര്യം അവര് പാരന്റ്സുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ആവുന്നില്ലെങ്കിൽ പോലും ആ പാരന്റ്സിന്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരിക്കുലർ പഠിക്കുന്ന കാര്യം മാത്രമല്ല, അല്ലാതെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് വേണം. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ എല്ലാ കോർഡിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. പ്രാക്ടിക്കൽ പേജ് നമ്പർ 46 ആണ്. പ്രാക്ടിക്കൽ മെഷർ ഫോർ സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രാക്ടിക്കൽ മെഷേഴ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു പല പല പ്രോഗ്രാംസ് നടത്തേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, ഓർഗനൈസ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകളെ ഫോം ചെയ്യും. അതിന് വേണ്ടത് പ്രാക്ടിക്കൽ മെഷർ സ്കൂൾ മാനേജ്മെന്റ്. അതായത് സ്റ്റാഫ് കൗൺസിൽ ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് കൗൺസിൽ ഉണ്ടാകും, സ്റ്റാഫിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് പീപ്പിൾ, കുട്ടികൾ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ കമ്മിറ്റി, പിന്നെ സോഷ്യൽ സർവീസ് സ്ക്വാഡ്, എന്താ പറയുക, SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, NSS വോളണ്ടിയേഴ്സ്, പിന്നെ സ്കൗട്ട്, ഗൈഡ്, അങ്ങനെ പല രീതിയിലുള്ള സർവീസ് സ്ക്വാഡുകൾ ഉണ്ടല്ലോ. ഒരു പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഇവർ വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്നിട്ടായിരിക്കും ആ പ്രോഗ്രാം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഈ പ്രാക്ടിക്കൽ മെഷേഴ്സിൽ വരുന്നത്. അത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് കൗൺസിൽ എന്ന് പറയുമ്പോൾ അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫ് കോർഡിനേറ്ററും കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ സ്റ്റുഡൻസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി സ്പെഷ്യൽ ആയിട്ട് കമ്മിറ്റി സ്റ്റുഡൻസിന്റെ ഫോം ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ, ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതുമായിട്ട് അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള, അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയായിരിക്കും അതിൽ സെക്രട്ടറി, അങ്ങനെ ആ പ്രോഗ്രാമിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാനുള്ള കോർഡിനേറ്റേഴ്സ് ആയിട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ സർവീസ് സ്ക്വാഡ് ഉണ്ടായിരിക്കും, ഈ നൈബറിംഗ് പീപ്പിൾ, ഇതുപോലെ ഈ എന്താ പറയാ അഭയമന്ദിരങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി എന്റർടൈൻമെന്റ് പ്രോഗ്രാം നടത്തുക, പിന്നെ ചില എന്താ പറയുക സ്ഥലങ്ങളൊക്കെ പോയി ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറെ രീതിയിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വേണം. സ്കൂൾ റെക്കോർഡ്, ഓൾറെഡി നിങ്ങൾ പാർട്ട് 4ലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു റെക്കോർഡിന്റെ ആവശ്യം എല്ലാം, അങ്ങനെ കുറെ റെക്കോർഡ്സ് നമുക്കുണ്ട് സ്കൂളിന്റെ പല കാര്യങ്ങളും. ഇപ്പൊ ഞാനൊക്കെ 1994 10th കഴിഞ്ഞതാണ്. അപ്പൊ അത് കഴിഞ്ഞൊരു 25 years കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ പോയപ്പോ അന്ന് ഈ ഫോണൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോയിട്ട് ഓരോരുത്തരുടെയും അഡ്രസ്സ്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാകണമല്ലോ. സ്കൂളൊക്കെ ആകുമ്പോൾ അന്ന് ലോക്കൽ ആയിട്ടുള്ള ആൾക്കുട്ടികളാണല്ലോ വരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ പോയി ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. അപ്പൊ ആ രജിസ്റ്ററൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ്, അങ്ങനെ അന്ന് ഈ സിസ്റ്റം ഒന്നുമില്ല, സിസ്റ്റത്തേക്ക് എൻട്രി ചെയ്യാന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് ദ്രവിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറെ പേരുടെ ഒന്നും മുഴുവനായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ പലരെയും കണക്ട് ചെയ്താണ് അങ്ങനെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ടിപ്സിലാണ്, എവിടെയുള്ള ആളെ വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെ, പലതരം സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. അപ്പൊ അതിലൂടെ ആൾക്കാരെ കണ്ടുപിടിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഇതുപോലുള്ള രജിസ്റ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ കലണ്ടർ, ലോഗ് ബുക്ക്, വിസിറ്റേഴ്സ് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എളുപ്പമുള്ള കാര്യമാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. ഇപ്പൊ മോനിങ്ങനെ 10th അപ്പൊ അവന് 3 ദിവസം പനിയായിട്ട് സ്കൂളിൽ പോയില്ല. ബോർഡ് എക്സാം എഴുതുന്ന കാരണം 3 ദിവസമോ 3 ദിവസത്തിൽ കൂടുതലോ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി സ്കൂളിൽ കൊടുത്തു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആയിരുന്നു, വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ലാസ്റ്റ് എക്സാമിന്റെ ടൈം ആകുമ്പോൾ അറ്റൻഡൻസ് കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് എക്സാം എഴുതാതിരിക്കാൻ അങ്ങനത്തെ പ്രശ്നം വരരുത്. അത് കാരണം ടൈംലി തന്നെ അവര് 3 days വന്നു കഴിഞ്ഞാൽ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പല രീതിയിലുള്ള ക്യാഷ് ബുക്ക്, പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾ മാനേജ്മെന്റ് ഈ സൂക്ഷിക്കുന്ന രജിസ്റ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കാം കേട്ടോ. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് സ്റ്റാഫുകൾക്കുള്ളതാണ് സർവീസ് ബുക്ക്. അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയും കാര്യങ്ങളും അവരുടെ ആ ഒരു വർക്കിംഗ് ഡീറ്റെയിൽസ് മുഴുവൻ എഴുതും. പിന്നെ ടീച്ചേഴ്സിന്റെ ഡയറി, അതിന്റെ അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ബുക്സ് എല്ലാം അടുക്കി വെച്ചപ്പോ
ഞാൻ മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ എഴുതിയ ടീച്ചിങ് മാനുവൽ എനിക്ക് കിട്ടി. എപ്പോഴും എനിക്ക് ആദ്യം ഇത് കണ്ടു, അങ്ങനെയാണ് ഞാൻ അതിന്റെ മോഡല് കൊടുത്തത്. പക്ഷെ പിന്നെ അത് ഞാൻ എവിടെ വെച്ചിട്ട് പിന്നെ മറന്നുപോയി എവിടെ വെച്ചേക്കും. കഴിഞ്ഞ സമയത്ത് കറക്റ്റ് ആ ടീച്ചിങ് മാനുവൽ കിട്ടി. അത് വായിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അത് കണ്ടപ്പോൾ നല്ലൊരു റെഫറൻസ് ആയിരുന്നു. ടീച്ചേഴ്സ് ഡയറി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കതൊരു നല്ലൊരു റെഫറൻസ് ആണ്. നമ്മളൊരു സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു സ്കൂളിന്റെ നിർബന്ധം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമുക്കൊരു ജേർണൽ പോലെ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും തോന്നും. കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങൾ, കാരണം പിന്നീട് നമുക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, കാരണം ഇനി ഒരു സെഷൻ നമ്മൾ ഇരിക്കില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുക. ഞങ്ങൾ കുറച്ച് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു ഗ്രൂപ്പിലുണ്ട് കേട്ടോ. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സൈക്കോളജിസ്റ്റുകളും സൈക്കോതെറാപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അതിലൊരു സാറ് ഹയർ സെക്കൻഡറിയിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഒരു സാറാണ്. നല്ല രസം സാറിന്റെ ക്ലാസ്. സാറ് നല്ല കവിതയൊക്കെ പറയും, കഥയൊക്കെ പറയും. സാർ ഒരു കൺസേണുമായിട്ട് വന്നതാണ്. സാറ് പറഞ്ഞതെന്ന് വെച്ചാല് +2 പഠിക്കുന്ന ഒരു മോൻ, അവന് പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാം അറിയാം, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഒക്കെ അവൻ പറയും. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ട് പേപ്പറിലേക്ക് എന്റെ ആൻസർ എഴുതാൻ പറയുമ്പോൾ ഇവന് എഴുതാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്കണോമിക്സ് അവൻ എഴുതി വെക്കും ക്വസ്റ്റ്യൻ, പക്ഷെ അതിന്റെ ആൻസർ അവന് പറ്റുന്നില്ല. അതിനു മുമ്പേ അവൻ അത് കംപ്ലീറ്റ് പഠിച്ച് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അവന് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്താ പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോ നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു സൈക്കോതെറാപ്പിസ്റ്റ് പറഞ്ഞു അത് LD പ്രോബ്ലം ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോ ആ കുട്ടി അപ്പൊ തന്നെ സാറിനോട് ചോദിച്ചു, ആ കുട്ടി 10th പരീക്ഷ എഴുതിയത് സ്ക്രൈബിനെ വെച്ചിട്ടാണോ എന്നൊന്ന് അന്വേഷിക്കാമോ സാറേ എന്ന് ചോദിച്ചു. സാർ അപ്പൊ തന്നെ അന്വേഷിച്ചപ്പോ കിട്ടിയ മറുപടി 10th കുട്ടി സ്ക്രൈബിനെ വെച്ചാ എഴുതിയത്. അതിന് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ എഴുതിയത്. സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, സാറിന് കാറുണ്ട്, കുട്ടികളെ സാറ് ഡ്രോപ്പ് ചെയ്യും സാറിന്റെ കാറിൽ തന്നെ. കാറിൽ എന്തിങ്ങനെ പോയപ്പോ ഇവന്റെ ഒരു മെമ്മറി പരിശോധിക്കാനായിട്ട് സാർ ഒരു ചെറിയൊരു കഥ പറഞ്ഞു. സാറ് പറഞ്ഞു 2 കാക്കകൾ ഉണ്ടായിരുന്നു ഒരിടത്ത്. ഒരു കാക്ക ഒരു നല്ലൊരു കാക്കയായിരുന്നു, പാവ കാക്കയായിരുന്നു. മറ്റേ കാക്ക ഒരു പൊട്ട കാക്കയായിരുന്നു, ദുഷ്ട ഒരു കാക്കയായിരുന്നു. അപ്പൊ ഈ ദുഷ്ടനായ ഈ പൊട്ട കാക്കയ്ക്ക് 2 നെയ്യപ്പം കിട്ടി. നാച്ചുറലി നല്ല ആൾക്കാർ എന്താ ചെയ്യാം, വേറൊരാൾക്ക് കൊടുക്കും. അപ്പൊ ഇത് ദുഷ്ടനായതുകൊണ്ട് മറ്റേ നല്ല കാക്കയ്ക്ക് കൊടുത്തില്ല. എന്നിട്ട് ആ നെയ്യപ്പം വായിൽ വെച്ച് ഇങ്ങനെ പറന്നുപോയി. അപ്പൊ പറന്ന് നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ ആള് പാട്ട് പാടാനായിട്ട് വാ തുറന്നപ്പോ, സാറിന്റെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കേട്ടോ പല കഥകളും ചേർത്തിട്ട്, വാ തുറന്നപ്പോ ഈ നെയ്യപ്പം 2 താഴെ വീണ് നാശമായി പോയി. അപ്പൊ ദുഷ്ടനായ ഒരു കാക്കയ്ക്ക് കിട്ടിയ ഒരു അതിന്റെ സ്വഭാവത്തിന് കിട്ടിയ ഒരു മറുപടിയാണെന്നുള്ള രീതിയിൽ സാർ പറഞ്ഞു. വളരെ ചെറിയ കഥ. ഈ കൊച്ചു നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നു. +2 കുട്ടിയാണെന്ന് ഓർക്കണം. എന്നിട്ട് ആ കുട്ടിയോട് സാർ ഈ കുട്ടിയോട് പറഞ്ഞു, ഈ കഥ നീ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നു, പക്ഷെ ഒരു സെന്റൻസ് പോലും ഈ കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു +2കാരന് ഈ ഒരു ചെറിയ കഥ ഓർത്ത്, അതായത് ഒരു മിനിറ്റിന്റെ ടൈം ഗ്യാപ്പില് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രോബ്ലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും 4 വയസ്സിൽ അത് കണ്ടെത്തേണ്ടതായിരുന്നു. അപ്പൊ അവിടെ ആരുടെ പ്രശ്നം കൊണ്ട് അത് ശരിക്കും കണ്ടെത്താതിരുന്നേ? ആ സമയത്ത് പാരന്റ്സിന്റെയും ആ സമയത്ത് കുട്ടീനെ പഠിപ്പിച്ച ടീച്ചർമാരും. ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിന് തന്നെ എന്ത് സംഭവിച്ചു അല്ലെ? അവൻ +2 എന്ന് പറയുമ്പോൾ അവനൊരു 18 years 17 18 years ആ ഒരു ടൈമായി. അത്രയുമായിട്ടും ആ കുട്ടിയുടെ ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റിക്ക് മാറ്റങ്ങൾ വരാത്ത. അപ്പോ എന്തൊക്കെയോ ഒരു അസസ്മെന്റ് ഒക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നും പറഞ്ഞു. അവിടെയുള്ള എക്സ്പേർട്സ് ഒക്കെ മറുപടി പറഞ്ഞു. അപ്പൊ ഞാനിത് ഇങ്ങനെ വായിച്ചു കേട്ടും ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. മാമേ അത് ചിലപ്പോഴേ നമ്മള് മിസ്സുമാര് അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പേരന്റ് അത് അക്സെപ്റ്റ് ചെയ്യാത്തതാണെങ്കിലോ? അതുമായിരിക്കാം. കാരണം ഞാനിപ്പോ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാം മാമേ, കുറെ കുട്ടികൾക്ക് ഇപ്പൊ പല ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്. നമ്മൾ വിചാരിക്കും അവർ നോർമൽ ആയിരിക്കുമെന്ന്, പക്ഷെ അല്ല. അവര് നമ്മളുടെ ഐ കോണ്ടാക്ട് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ വിളിക്കുമ്പം അപ്പൊ നമ്മളത് അവിടുത്തെ മാമിനോട് പറഞ്ഞ് പേരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ
അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല മാമേ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പേരൻസ് അല്ലേ അത് മാറ്റിയെടുക്കണ്ടേ. ഇപ്പൊ 3 വയസ്സ് 3.5 വയസ്സ് 2.25 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവർക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യമായിരിക്കാം, കാരണം നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കുഞ്ഞിന് ഇനി എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരും ആയിരിക്കണം അല്ലേ. പിന്നെ ഞാൻ നോക്കിയിട്ട് മാമേ കൂടുതലും അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലാണ് കൂടുതലും പ്രോബ്ലംസ് കാണുന്നത്. എനിക്കിപ്പോ തോന്നിയത് അങ്ങനെയാണ്. ഈ അച്ഛനും അമ്മയും കുറച്ചു നേരം മാത്രം കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അവർക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഭൂരിഭാഗവും അവരാണ് ഇത്രയും ഇത് ആക്റ്റീവും അല്ല. അവർക്ക് നല്ല അങ്ങനെ നമ്മളിപ്പോ സ്കൂളില് ഒരു സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ് ഒക്കെ വെച്ചിരുന്നു. എന്നിട്ട് പോലും പേരൻസിന് അങ്ങോട്ട് അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കേൾക്കുമ്പോൾ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ കുറച്ച് പേരൻസ് മാത്രമാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് അതാണ് മാമേ, മറ്റേ സ്കാനിങ്ങിലൂടെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ ഇന്നത്തെ ഇത്രയും ശാസ്ത്രം വളർന്നിട്ട് പോലും ഇപ്പൊ കുഞ്ഞുങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് മാമേ, 5 വയസ്സായിട്ടും സംസാരിക്കാത്ത കുഞ്ഞുണ്ട്. അതിപ്പോഴും ഇന്റർനാഷണൽ സ്കൂളിലും ഉണ്ട് കേട്ടോ. അതേപോലെ കുട്ടികൾ 2-4 പേര് ഇപ്പൊ ഒരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിക്കുന്നുണ്ടോ, ലേറ്റ് ആവുന്നുണ്ടോ കേൾക്കാൻ, എങ്ങനെയാണ് മിസ്സേന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറയണത് നമുക്ക് ശരിക്കും തിരിയൂല. പിന്നെ പാരന്റ് പറഞ്ഞു കുറച്ച് കഴിയുമ്പോ ഒന്ന് അവനോട് സ്ലോവില് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ അവനത് കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും അടുത്ത വർഷത്തേക്ക് ഓക്കെ ആവും, ഞങ്ങൾ എന്തായാലും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3-4 കുട്ടികള് അവരെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇന്റർനാഷണൽ ഇതിപ്പോ സ്കൂളിലെ എന്റെ ഇതുപോലെ കസിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇപ്പൊ 5 വയസ്സായി. പക്ഷെ ആ കുട്ടി ഫോണിന്റെ അഡിക്ഷൻ ആയിട്ടാണ് തോന്നുന്നു. ആ കുട്ടി ഒന്നും സംസാരിക്കില്ല. അതായത് ആ കുട്ടിക്ക് നമ്മുടെ ഈ നാവിന്റെ ചെറുനാവിന്റെ അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് സർജറി കഴിഞ്ഞു ആ കുട്ടിക്ക്. പക്ഷെ ആ കുട്ടി നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കണ്ടു കഴിഞ്ഞാല് ആ കുട്ടിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പ ഫോൺ കൊടുക്കും. പിന്നെ ആ കുട്ടി ഫോണായിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കാം. അങ്ങനെയാണ് എല്ലാ പാരന്റ്സും ഇപ്പൊ ഫോണ് കൊടുക്കുവാണ് കുട്ടിക്ക്. ആഹാരം കഴിക്കുന്നില്ല. ഇപ്പൊ വിളിച്ചപ്പോൾ പാരന്റും പറഞ്ഞു ഞങ്ങൾ ഫോണ് കൊടുത്താലേ അവൻ ആഹാരം കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു അത് പയ്യെ മാറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഫോണ് അവൻ അഡിക്ഷൻ, അവൻ തനിയെ എടുക്കും ഗെയിംസ്. ചേട്ടന്റെ കണ്ടാണ് പഠിക്കുന്നതെന്ന്. ചേട്ടൻ ഇതേപോലെ ഗെയിം കളിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അവന് ആ തരത്തിലുള്ള ഗെയിമാണ് അവൻ കളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ക്രിക്കറ്റിനുള്ള കുട്ടി ഉപയോഗം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് മിസ്സേ. എന്ന് വെച്ചാൽ പേരൻസ് അത് അത്ര ബോധേഡ് ആവുന്നില്ല. അവരുടെ വിചാരം എളുപ്പത്തിന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഫോൺ അങ്ങ് വെച്ചു കൊടുക്കുക. പക്ഷെ ആ കുട്ടീനെ ഇപ്പോഴും അവർ പറയും സംസാരിക്കാൻ അങ്ങനെ ഇല്ല. അപ്പ അങ്ങനെയൊക്കെ പറയും, അമ്മ അങ്ങനെ പറയും, അല്ലാതെ വേറെ ഒന്നും ആ കുട്ടി സംസാരിക്കില്ല എന്ന്. പിന്നെ ഭയങ്കര വാശി, പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ് ആ കുട്ടി. നമ്മൾ മിഠായിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ എനർജി കിട്ടിയ പോലെ ഭയങ്കര എന്താ വികൃതികൾ കാണിക്കുക. പിന്നെ ഞാൻ അന്ന് എന്തോ ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ ഞാൻ കുട്ടി ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. എന്നാലും ആ കുട്ടി കരഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിയുടെ അമ്മ കൊടുത്തിട്ട് നീക്കിയിരുത്തുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ അല്ലെ ഇങ്ങനെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ നമ്മുടെ പാരന്റ്സ് നമ്മളെ ആക്കുന്നത് ആ കുട്ടികളെ അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. അതെ, ഇതിപ്പോ നമ്മളിപ്പോ സ്കൂളുകളിൽ നമുക്ക് ടീച്ചർമാർക്ക് നല്ല ചലഞ്ചസ് വരുന്ന ഇതാണ്, നിങ്ങൾ ടീച്ചർമാർക്ക്. കാരണം പാരന്റ്സിന്റെ ശരിയായ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം വൈവയ്ക്ക് വന്ന ഒരു കുട്ടി ഷെയർ ചെയ്ത കാര്യമായിട്ടുണ്ടോ, ആളുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ കുട്ടി അത് എന്താ പറയാ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ലേന്ന് ഇതിലൊരു സംശയം. അപ്പൊ ഫാമിലിയിലെ കാര്യമാണല്ലോ, അതും ഹസ്ബൻഡിന്റെ ചേട്ടന്റെ കുട്ടിയായത് തന്നെ ഇതിനങ്ങ് കയറി ഇടപെടാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ബട്ടറിംഗ് ഫ്രെയിം, അതുകൊണ്ട് ഈ കുട്ടിയെ ഇടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഈ കൊച്ചിന് 1/2 മണിക്കൂറായിട്ടും 3/4 മണിക്കൂറായിട്ടും അത് ഇടാനോ ഊരാനോ കുട്ടിക്ക് പറ്റുന്നില്ല. കുട്ടി അവസരം കടിച്ചൊക്കെ അത് ശരിയാക്കാൻ നോക്കുമ്പോൾ ഇതിന് ഭയങ്കര സംശയം. 6 വയസ്സായിട്ടും എന്തേ കുട്ടിക്കൊന്ന് ബട്ടൺ ഒന്ന് ഓപ്പൺ ആക്കാനോ ഇടാനോ പറ്റാത്ത. ഇപ്പൊ ചൂട് ചെറിയ കുട്ടികളാണെങ്കിലും അതിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അവസാനം സ്വന്തം വീട്ടിലെ കുട്ടിയാണല്ലോ എന്തായാലും പറയുക തന്നെയെന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ ആദ്യം ചോദിച്ചത് ഇതാണ്, കുട്ടിക്ക് ബട്ടൺ ഇടാൻ പറ്റുന്നുണ്ടോ? ഇത് പെട്ടെന്ന് അതിശയിച്ചു പോയി. കാരണം ഇത് ഒബ്സർവ് ചെയ്ത കാര്യം തന്നെയാണ് ഡോക്ടർ ഫസ്റ്റ് ചോദിച്ചത്. അങ്ങനെ അപ്പൊ കുട്ടിയുടെ അമ്മ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല.
കാരണം അമ്മ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും, ഡ്രസ്സ് ഊരി കൊടുക്കും, അമ്മ തന്നെ കുട്ടി അത് ചെയ്യണം എന്നുള്ളത് അമ്മ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ മറ്റേ അതിന്റെ ആന്റി അത് ശ്രദ്ധിച്ചു കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. ചെന്ന ഉടനെ ഡോക്ടർ ഇത് ചോദിച്ചപ്പോ അതിന് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അതുകൊണ്ട് എന്നോട് പറയുമായിരുന്നു, സ്കൂളിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും സമയം കുറവാണ്, എന്നിട്ടും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയത്. സ്പിൻഡിൽ ബോക്സ് ഒക്കെ ഉണ്ടാക്കി ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽസും ഈ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി. അങ്ങനെ അവൾ അതെല്ലാം ചെയ്യും ഇപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പലതവണ ചെയ്ത് അതിന്റെ ഒരു കൺട്രോൾ കിട്ടി. അപ്പൊ അതൊക്കെയാണ് നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ അതാണ് പറഞ്ഞത്. ഇന്നത്തെ ഈ സ്റ്റുഡൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനതൊന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രാൻസാക്ടിങ് ദ കറിക്കുലം എന്നാണ് പറയുന്നത്. തേർഡ് യൂണിറ്റ് പറഞ്ഞു. തേർഡ് യൂണിറ്റ് കഴിഞ്ഞു. അതെ മിസ്സിന് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 അല്ലേ? ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദി ഡെവലപ്പിംഗ് ടീച്ചർ. നിങ്ങൾ പോയ ഇന്റേൺഷിപ്പ്, നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു. പലരും എന്നോട് ചോദിക്കും, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി, അയ്യോ മിസ് എനിക്ക് എന്താ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, ഞാൻ ആ കുട്ടികളെ എന്താ പഠിപ്പിക്കേണ്ടത്? ഞാൻ പറയും എനിക്കും അറിയില്ല എന്ന് പറയും. കാരണം ആ കുട്ടികളെ കാണുന്നത് ഞാനല്ല, നിങ്ങളാണ് കാണുന്നത് അല്ലെ? ആ കുട്ടികൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. സോ അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട്. രാവിലെ ടെൻഷൻ അടിച്ച് വിളിക്കുന്നവർ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാവും. കാരണം കുട്ടികൾ അവരെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടാവും. കുട്ടികൾ അവരെ മനസ്സിലാക്കി കൊടുക്കും ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട്സ് അവർ നീഡ്സ് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കമ്മിങ് ഒരു 1 or 2 months കഴിയുമ്പോൾ ഇപ്പം ടീച്ചേഴ്സായ എല്ലാവരിലും അതിൻ്റെതായ ഒരു പ്രോഗ്രസ് ഉണ്ടാകും, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു പ്രൊഫഷൻ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നമുക്ക് പാരന്റ്സിന്റെ ഇടയിൽ നല്ലൊരു ഇമ്പാക്ട്, അതായത് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും ആ ഒരു ഇത്. കാരണം ഞാൻ പലപ്പോഴും വൈവ നടത്തിയപ്പോ പലരോടും ഞാൻ ചോദിച്ചത്, നിങ്ങളെ വളരെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർമാരെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോ അമ്മമാരായ എല്ലാരും പറഞ്ഞത് അവരുടെ മക്കളെ KG സെഷനിൽ പഠിപ്പിച്ച ടീച്ചറെ കുറിച്ചാണ് എല്ലാരും പറഞ്ഞത്. മെജോറിറ്റി പറഞ്ഞത്. കാരണം അത്രയും ആ ഒരു ടീച്ചർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം സ്വന്തം കുഞ്ഞിനെ കേൾപ്പിച്ചൊരു ടീച്ചറാണല്ലോ ആദ്യമായിട്ട്. എല്ലാ അമ്മമാരും പറഞ്ഞത് എന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മോളെ LKG അല്ലെങ്കിൽ UKG പഠിപ്പിച്ച ടീച്ചർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അവരെ പറ്റിയാ പറയാ. അങ്ങനെ മാരീഡ് അല്ലാത്തവര് പറയണതാണ് അവര് പഠിച്ച സമയത്ത് ടീച്ചർമാരെ കുറിച്ച്. പക്ഷെ എല്ലാ അമ്മമാരും പറഞ്ഞത് ഇത് തന്നെയാണ്, എന്റെ മോനെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എന്റെ മോളെ പഠിപ്പിച്ചത് എന്നുള്ള രീതിയിൽ. ഞാൻ എഴുതി വെച്ചതും എന്റെ മോന്റെ LKG ടീച്ചറെ കുറിച്ചായിരുന്നു. മറ്റൊരു സിസ്റ്റർ ആയിരുന്നു. ഞാൻ ഈ അസൈൻമെന്റ് ഞാൻ എഴുതിയ സമയത്ത് ഞാനും എഴുതി വെച്ചതിൽ ഒരാള് ആ ടീച്ചറായിരുന്നു. പിന്നെ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്റെ സാർ ആയിരുന്നു. പിന്നെ ഞാൻ എഴുതിയത് എന്റെ നഴ്സറി പഠിപ്പിച്ച ടീച്ചറെ കുറിച്ചായിരുന്നു. 3 പേരെ വേണ്ടത് കൊണ്ട് ഈ 3 പേരെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത്. അപ്പൊ ശരിക്കും ആ ഒരു പാരന്റ്സുമായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് പറയുന്നുണ്ടല്ലോ, പാരന്റ്സുമായിട്ട് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് ഡെഫിനറ്റ്ലി അതിന്റെ നല്ലൊരു ഇമ്പാക്ട് ഈ കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാവും. പാരന്റ്സിന് ആദ്യം ഒരു വിഷമം ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. ആ ഒരു 4 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 6 വയസ്സിനുള്ളിൽ നമ്മളിത് കണ്ടെത്തി അത് ചെയ്യിക്കുവാണ്. ഇപ്പൊ പറഞ്ഞതില് പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ജോലിയുള്ള പാരന്റ്സ് എന്നപ്പോ ഞാൻ എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കറിയാവുന്നൊരു മോൻ, അവന്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. കുട്ടിയിൽ ഓട്ടിസം ഉണ്ടെന്നുള്ളത് അവർ കണ്ടെത്തിയത് അവർക്ക് മനസ്സിലായതേ ഇല്ല. അപ്പൊ പിന്നെ സാധാരണക്കാര് പിന്നെയും ഒബ്സർവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഡോക്ടേഴ്സായ പാരന്റ്സ് സ്വന്തം മോനില് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നമുള്ളത് അവര് മനസ്സിലാക്കിയതേ ഇല്ല. അതൊക്കെ ആണ് ശരിക്കും. അപ്പൊ കുട്ടിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ നിറയെ ആളുകൾ ഉണ്ടെങ്കിൽ അവര് പറയും മോളുടെ, കാരണം എന്റെ മോൾക്ക് അവള് ജനിച്ച സമയത്ത് അവളുടെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കൊങ്കട്ട് പോലെ ഫീൽ ചെയ്യായിരുന്നു. ആരൊക്കെ അവര് അപ്പം അങ്ങനെ എന്നോട് പറയാമുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഇവരെല്ലാരും എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരാരും എന്നോട് അത് പറയില്ലായിരുന്നു. ഞാൻ ഡോക്ടറെ ഒക്കെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ 2 ഡിസ്റ്റൻസിന്റെ വ്യത്യാസമാണ്, അത് വലുതാവുമ്പോ അതങ്ങ് ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ഇടയ്ക്ക് ചില ഫോട്ടോസിലൊക്കെ നമുക്ക് അത് വിസിബിൾ ആയിട്ട് തോന്നും.
അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ അവള് ചെയ്യുന്ന കോഴ്സിന് വളരെ സ്ട്രിക്റ്റ് ആയത് കാരണം അപ്പോഴും ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടേഴ്സിന് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പറഞ്ഞു. അതൊരു സ്കിന്റ് അല്ല, ഒരു സ്യൂഡോ സ്കിന്റ്, നമുക്ക് അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ എന്നിട്ട് ഡോക്ടർ സർട്ടിഫൈ ചെയ്തൊക്കെ തന്നു. കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ട് അവർ സർട്ടിഫൈ ചെയ്ത് തന്നത് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ചെറുപ്പം തുടങ്ങിയേ ഇത് നമ്മൾക്കറിയാം, എല്ലാരും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും കാണുന്നോണ്ട് നമുക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ ഫോട്ടോസിൽ അത് വിസിബിൾ ആയിരുന്നു. ഒരു കണ്ണ് ഒരു സ്ഥലത്തേക്ക്, ഒരു കണ്ണ് വേറെ സ്ഥലത്തേക്ക് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതങ്ങ് ശരിയായി. കാരണം നമ്മൾക്കറിയാം കുട്ടി വലുതാവുമ്പോ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലുതാവുമ്പോൾ അവരുടെ ആ ഒരു ലുക്സിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ കണ്ണെന്നൊക്കെ പറയും. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിൽ പോയപ്പോൾ നിങ്ങൾ എല്ലാവരും പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റോറി നറേഷൻ, ക്രാഫ്റ്റ്, മ്യൂസിക്, ഡാൻസ്, അങ്ങനെ പലതും മെത്തേഡും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതെല്ലാം നമ്മളുടെ പ്രോഗ്രസ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നമുക്ക് പല സ്കൂളുകൾക്കും അതിൻ്റെതായ വിഷൻ ഉണ്ടെന്നറിയാം, അതിൻ്റെതായ മിഷൻ ഉണ്ട്, ഗോൾ ഉണ്ടെന്നറിയാം. അപ്പൊ വിഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ബിലീഫിനെ കണക്ട് ചെയ്യുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ആ ഓർഗനൈസേഷൻ, അവിടുത്തെ ആളുകള്, എൻവയോൺമെന്റ്, കൾച്ചർ, സ്ട്രക്ചർ, ഫെസിലിറ്റി, പ്ലാനിങ്, അങ്ങനെ പല കാര്യങ്ങളും ഇതായിട്ടാണ് വിഷൻ എന്ന് പറയുന്നത്. പിന്നെ പല രീതിയിലുള്ള ട്രസ്റ്റുകൾക്ക് അവർക്ക് അവരുടേതായ വിഷൻ ഉണ്ടാകും. നമ്മൾ ബിലീഫ് നമ്മൾ പറഞ്ഞ രീതിയിൽ. പിന്നെ നമുക്കറിയാം 2 ടൈപ്പ് വിഷൻ ഉണ്ട്, നിയർ വിഷനും ഡിസ്റ്റന്റ് വിഷനും. ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം ഇമാജിനേഷൻ, ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനെ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. ഷോർട്ട് ടേം വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ റേഞ്ചിൽ വരുന്ന ഒരു വിഷൻ, ജസ്റ്റ് ടൈം ക്വാളിറ്റി ഒക്കെ വളരെ ടൈം വിത്തിൻ ദ ടൈം സ്പാനിൽ വരുന്ന ഒരു വിഷൻ. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗോൾസ് ചേർന്ന് വലിയൊരു എയിമിലേക്ക് എത്തുന്നത്. നമ്മൾ മിഷൻ സക്സസ്ഫുൾ എന്നൊക്കെ പറയില്ല. ആ ഒരു മിഷനിലേക്ക് എത്താനായിട്ട് ഇപ്പൊ സ്കൂള് ആദ്യത്തെ ടോപ്പ് 10 സ്കൂളില് എന്റെ സ്കൂൾ ഇടം പിടിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിലെ എല്ലാവരും, മാനേജ്മെന്റും എല്ലാവരും കൂടെ ചേർന്ന് ഒരു മിഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന അതാന്ന് വിചാരിക്കാം. ടോപ്പ് 10 എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാ പോണ വഴിക്ക് ചെയ്യണം? നല്ല അക്കാദമിക്സ്, നല്ല നോൺ അക്കാദമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും ബെസ്റ്റ് ആകുക, പുറത്തു പോയിട്ട് പല കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക, അങ്ങനെ ഇങ്ങനെ കുറെ പിന്നെ 10th റിസൾട്ട്, 12th റിസൾട്ട്, അങ്ങനെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഗോൾസ് എന്ന് പറയുന്നത് മൈൽ പോസ്റ്റ് പോലെയാണ്. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഓരോന്നൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഒരു മിഷനിലേക്ക് പോകുന്ന യാത്രയിൽ വരുന്നതാണ് ഈ ഗോൾസ്. മിഷൻ എന്ന് പറയുന്നത് അപ്പോ ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലേ, നാളത്തെ കാര്യമല്ല മിഷൻ എന്ന് പറയുന്നത്. കുറെ കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ലക്ഷ്യമാണ് മിഷൻ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ്, അതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക്കും ഡയറക്ഷണൽ ആയിട്ടുള്ളത്. ആ ഒരു ഡയറക്ഷൻ അതിനെ സ്ട്രെയിറ്റ് ആ ഒരു രീതിയിൽ തന്നെ പോകും. സോട്ട് അനാലിസിസ്, അസസ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സോട്ട് അനാലിസിസിനെ ഓരോ ലെറ്റേഴ്സും എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സോട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ഇന്റർവ്യൂ നടത്താം, നമ്മൾ സർവേയുടെ പോലെ തന്നെ അല്ലെ ഇന്റർവ്യൂ നടത്താം. കുറെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് ആൻസർ ചെയ്യിപ്പിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് സോട്ട് അനാലിസിസ് ഡേറ്റ ആ രീതിയിലൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഒരു ടീച്ചർ എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് റിസോഴ്സ് പ്രൊവൈഡർ ആണ്, ഡേറ്റ കോച്ച് ആണ്, സ്കൂൾ ലീഡർ ആണ്, മെന്റർ ആണ്, ലേണർ ആണ്, അങ്ങനെ പല പല കാര്യങ്ങൾ ടീച്ചറുടെ ഉണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. സ്കൂളിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം ഷോർട്ട് ഹാൻഡ് ചെയ്ത ഒരു ഇംഗ്ലീഷ് പബ്ലിഷർ ഉണ്ട്, ഐസക് പിറ്റ്മാൻ. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദി ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. ടൈമിന് അത്രയും പ്രാധാന്യം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഷോർട്ട് ഹാൻഡ് അദ്ദേഹം ഡിസൈൻ ചെയ്തത്. ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ്, ടൈം ടേബിൾ പലപ്പോഴും വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ കേപ്പബിലിറ്റി എൻഷുർ ചെയ്യുന്നു. നല്ലൊരു ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. പിന്നെ പി ടി എ എന്തിനാണ്? ശരിക്കും സ്റ്റുഡൻസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് പി ടി എ അല്ലെ. നമ്മൾ ഇക്വിറ്റി, ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞു. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർനെസ്, ഒരു നീതി. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആണ്. ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ളവരാണ്
ഏത് കാസ്റ്റ് ആൻഡ് ക്രീഡ് ഒന്നും നോക്കാതെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വിദ്യാഭ്യാസത്തിൽ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നല്ല രീതിയിലൊക്കെ തന്നെ സെമിനാർ ഒക്കെ തന്നെ എല്ലാവരും എടുത്തിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നല്ല ലവിങ് ലേണിംഗ് എൻവിയോൺമെന്റ്, ലവിങ് ടീച്ചിങ് ലേണിംഗ് എൻവിയോൺമെന്റ്, അത് വെൽക്കം ചെയ്യുന്ന കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും എന്ത് എബിലിറ്റീസ് ഉണ്ടെങ്കിലും എന്ത് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അതിന്റെ ക്രിട്ടിക്സ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രശ്നങ്ങൾ ചലഞ്ചസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ 7 പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെയുള്ളൂ ആ ലെസണില്. 5th വൺ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ നമുക്കറിയാം, ഒരു ടീച്ചറെ ഒരു ബെറ്റർ ടീച്ചർ ആക്കാനും അങ്ങനെ ഒരു ടീച്ചർക്ക് സ്റ്റുഡൻസിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും ആ ടീച്ചർക്ക് പറ്റും. അതാണ് സൂപ്പർവിഷന്റെ കാര്യം നമ്മൾ പറയുന്നത്. സൂപ്പർവിഷൻ ഒരു പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ വേറൊരു ജൂനിയർ മെമ്പർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഏജ് അല്ല അവിടെ സീനിയോറിറ്റി എന്ന് പറയുന്നത്, പ്രൊഫഷണലി സീനിയർ ആയിട്ടുള്ള. അങ്ങനെ സൂപ്പർവിഷന്റെ പർപ്പസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ സൂപ്പർവിഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്തി അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ 7C പറഞ്ഞിരുന്നു. പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതൊക്കെ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ. കോൺവെർസേഷൻ, ക്യൂരിയോസിറ്റി, കോണ്ടെക്സ്റ്റ്, കോംപ്ലക്സിറ്റി, ക്രിയേറ്റിവിറ്റി, കോഷൻ, കെയർ, അങ്ങനെ 7 C's ഉണ്ട്. അത് മോഡേൺ സൂപ്പർവിഷനിൽ നമ്മൾ ആ C എന്നുള്ള പോയിന്റ് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആണ്. കറക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് കറക്റ്റീവ് സൂപ്പർവിഷന്റെ വേറൊരു പേരാണ് ഫോൾട്ട് ഫൈൻഡിങ്. പിന്നെ പ്രിവെന്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർക്ക് അറിയാം ഇങ്ങനെ ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇനിയുള്ള പല കാര്യങ്ങളിലും അവിടെ മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പൊ അത് വരുന്നതിന് മുമ്പ് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സൂപ്പർവിഷൻ ആണ്. പിന്നെ കൊയോസീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. അതങ്ങനെ സ്കൂളുകളിൽ കൂടുതൽ ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ വ്യക്തി അയാളുടെ റൂൾസ് പോലെ അയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എർലിയർ സെഞ്ചുറീസിലൊക്കെ ഈ സൂപ്പർവിഷൻ അതോറിറ്റേറ്റീവ്, ഓട്ടോക്രാറ്റിക്, ഇല്ലോജിക്കൽ ആ ഒരു കൺസെപ്റ്റിലുള്ളതായിരുന്നു. ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ ഫീൽഡിൽ നിന്നും കടമെടുത്ത ഒരു ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതിന് 5 സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു പ്ലാനിങ്, ഒരു ഒബ്സർവേഷൻ പ്ലാനിങ്. അപ്പൊ സൂപ്പർവൈസർ ആ ഒരു ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെയുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ അത് നടത്തുന്നു, അതിന്റെ അനാലിസിസ്, പിന്നെ ഈ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവര് രണ്ടുപേരും കൂടെ അതിന് ശേഷമുള്ള മീറ്റിംഗിൽ ഇരുന്ന് അതിന്റെ അനാലിസിസും കാര്യങ്ങളും ചെയ്യുന്നത്. 5 സ്റ്റേജിലായിട്ട് ക്ലിനിക്കൽ സൂപ്പർവിഷൻ വന്നു. മെഡിക്കൽ ഫീൽഡിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. പിന്നെ പല രീതിയിലുള്ള ടെക്നിക്സ് സൂപ്പർവിഷൻ യൂസ് ചെയ്യും. മെയിൻ ആയിട്ടും 2 ടെക്നിക്സ് ആണ്. ഒന്ന് ഇൻഡിവിജ്വൽ ടെക്നിക്കും മറ്റൊന്ന് ഗ്രൂപ്പ് ടെക്നിക്സും. ഗ്രൂപ്പ് ടെക്നിക് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വലി എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറെ അസിസ്റ്റ് ചെയ്യുന്നതിന് വരുന്ന ടെക്നിക്സ്, അതാണ് ഇൻഡിവിജ്വൽ ടെക്നിക്സ് വരുന്നത്. ഇൻഡിവിജ്വൽ ടെക്നിക്സിൽ നമുക്കറിയാം ക്ലാസ് റൂമിലെ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ ടീച്ചറുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇൻഡിവിജ്വൽ ടെക്നിക്സിൽ വരുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ സൂപ്പർവിഷനിൽ ആ ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ സ്കൂൾ ഇൻസ്പെക്ഷൻ. പണ്ട് ഒരു ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു പേടിയായിരുന്നു അല്ലെ ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ അവസാനം ആ ഒരു ഇൻസ്പെക്ടർ എന്നുള്ളതാണ് സൂപ്പർവൈസർ ആയിട്ട് റീപ്ലേസ് ചെയ്തത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒരു ശരിക്കും ഇൻസ്പെക്ടർ ഇങ്ങനെയൊക്കെ പല മോഡൽസും അവർ പറഞ്ഞെങ്കിൽ പോലും ഇൻസ്പെക്ഷനിൽ ഇങ്ങനെയായിരിക്കണം, ആ ഒരു ടീച്ചറെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഒന്നും ഇൻസ്പെക്ഷൻ ചെയ്യരുത്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഡോക്യുമെന്റേഷനും അതിന്റെ ഒരു ഗുഡ്സ് ഡെസ്പാച്ച് ഒക്കെ അങ്ങനെയൊക്കെ നടന്നെങ്കിലും പക്ഷെ അതത്ര നല്ല രീതിയിൽ അത് അപ്ലിക്കബിൾ ആയില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണകാലത്താണ് ഇത് നടന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ട് ഒരു ആ രീതിയിലൊരു റൂളിംഗ് പോലെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് 13 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ ഇൻസ്പെക്ടറുടെ ക്വാളിറ്റി അത് നമ്മൾ പറയേണ്ടായിരുന്നു.
ക്വാളിറ്റി ആണ്. പിന്നെ അത് ഓരോന്നും വന്ന ആ ഒരു ഇയർ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ. ഹാർട്ടോ കമ്മിറ്റി, വുഡ്സ് ഡെസ്പാച്ച്, പിന്നെ കൊക്കാരി കമ്മീഷൻ അങ്ങനെ വന്നതും, പിന്നെ ഹയർ സെക്കൻഡറിയുടെ ഇതൊക്കെ പാർട്ട് 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. ഹയർ സെക്കൻഡറി ആ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസിന് മുമ്പും ഇൻഡിപെൻഡൻസിന് ശേഷവും ഉണ്ടായ മാറ്റങ്ങൾ. ഇൻഡിപെൻഡൻസിന് ശേഷം എന്ന് പറയുന്ന ഇൻസ്പെക്ഷൻ എന്നുള്ളത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി. പിന്നെ അതിനെ സൂപ്പർവിഷന് വിളിച്ചു, സൂപ്പർവൈസർ ആയി ഇൻസ്പെക്ടറിന് പകരം. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ലാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആ ബിസിനസ് ഓർഗനൈസേഷൻ പുറത്തിറക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവിടെ ഈ പ്രോഡക്ട്സിന് പകരം പുറത്തേക്ക് ഇറങ്ങുന്നത് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. പ്രൊട്ടക്റ്റീവ് സ്റ്റുഡൻസ്. നോളജ് ഉള്ളത് മാത്രമല്ല, അവർക്ക് ആ സബ്ജക്റ്റിലുള്ള നോളജ് മാത്രം പോരാ, ആളുകളെ മനസ്സിലാക്കാനും ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും സോഷ്യലി കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള സിവിലിയൻസ് ആയിട്ട് വേണം അവരോട് നിറഞ്ഞത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അതൊരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഏരിയയിൽ മാത്രം ക്വാളിറ്റി ഉണ്ടാക്കിയാൽ പോരാ. ഈവൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടർ ഉൾപ്പെടെ എല്ലാം, റൂമിലെ ലൈറ്റ്, ഫാൻ എല്ലാം ഉൾപ്പെടെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ അവിടെ പഠിക്കാനും ടീച്ചർക്ക് നല്ല രീതിയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റൂ. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് വാല്യൂസ് അവരിലേക്ക് വരികയാണ്. സോഷ്യൽ എക്സലൻസ്, എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കും. സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ്. കുട്ടികൾക്ക് പല രീതിയിലുള്ള വാല്യൂസ്, അത് റിലീജിയസ് ആണെങ്കിലും പല രീതിയിലുള്ള വാല്യൂസ് കിട്ടും. പല പ്രോഗ്രാംസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇത് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നു. പിന്നെ അക്കാദമിക് എക്സലൻസ്, ഓരോ കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ആ കുട്ടിയെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും, അതും ഉണ്ട്. പിന്നെ മാറി മാറി വരുന്ന ടെക്നോളജിയുടെയും സയൻസിന്റെയും ഡെവലപ്മെന്റ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ പല സ്കൂളുകൾക്കും അവരുടേതായ വെബ്സൈറ്റുകൾ ഉണ്ട്, സോഷ്യൽ മീഡിയാസിൽ അവരുടേതായ പേജുകൾ കാണും. അപ്പൊ അങ്ങനെ അവരുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം അതിലൂടെ പബ്ലിഷ് ചെയ്യും, അഡ്വർടൈസ്മെന്റ് പോലെ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും, എത്ര റിവ്യൂസ് നോക്കും, എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്വാളിറ്റി നോക്കുവാണ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിച്ചിറങ്ങിയ ആരോടോ അല്ലെങ്കിൽ പഠിക്കുന്ന ആരോടെങ്കിലും സ്കൂൾ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂൾ ഏതായാലും കൊണ്ടുപോയി പാരന്റ്സ് അവിടെ കൊണ്ടുപോയി ചേർക്കും. അങ്ങനെയല്ല, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ അത്രയും കൺസേൺ. ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫ്, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കുറെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഡോക്ടറേറ്റും അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ആളുകൾ. എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും നല്ല രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അതാണ് ക്വാളിഫിക്കേഷൻ ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ആ ഔട്ട്കം, റിസൾട്ട് എന്ന് പറയുന്നത് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അങ്ങനെ അവർക്ക് നല്ല രീതിയിലുള്ള ലേണിംഗ് സപ്പോർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾ പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സും റിവാർഡും കുട്ടികൾക്ക് കിട്ടും. അവരുടെ സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് 4 ഏരിയയിൽ നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ക്വാളിറ്റി, ടീച്ചേഴ്സിന്റെ എബിലിറ്റി, അവർക്ക് എന്താണോ സ്കൂളിന്റെ വിഷൻ അതിനനുസരിച്ച് അവർക്ക് നല്ലൊരു ക്വാളിറ്റി കുട്ടികൾക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂമിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനായിട്ട്, ക്ലാസ് റൂമിനെ കൺട്രോൾ ചെയ്യാൻ, ക്ലാസ് റൂം മാനേജ് ചെയ്യാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അവർക്ക് വേണം. പിന്നെ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ടീച്ചർക്ക് നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, റിസോഴ്സസ്, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതായത് ക്ലാസ് റൂം നല്ല ക്ലീൻ ആയിരിക്കണം, ബിൽഡിംഗ്, ബാത്റൂം, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ ഡെസ്ക്, ബെഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെല്ലാം. പിന്നെ ഡിസിപ്ലിൻ, അതും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സിന് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും അവരിലേക്ക് എത്തിക്കുക, അതാണ് കൺഫോമൻസ് ടു ടീച്ചിങ് ഷെഡ്യൂൾ, അങ്ങനെ പല കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. പിന്നെ ക്വാളിറ്റി അഷുറൻസ്, QA ഫ്രെയിംവർക്ക്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ പ്ലാനിങ്, ഓർഗനൈസിങ്
കൺട്രോളിങ് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ്, ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി, ടീച്ചർമാരുടെ ക്വാളിറ്റി. അത് 4 ഡയമെൻഷനിലാണ് ടീച്ചർമാരുടെ ക്വാളിറ്റി വരുന്നത്. അക്കാദമിക് കോമ്പീറ്റൻസ്, കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ, ടീച്ചിങ് സ്കിൽസ് ഇൻ റെലവെന്റ് ഫീൽഡ്, പിന്നെ സ്റ്റുഡൻറ് സൈക്കോളജി. ഇത് ടീച്ചർക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകണം, എല്ലാം ഹൈ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകണം. അതാണ് ഒരു, ഞാനിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെയുള്ള പലരും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. 1-2 മാസം കഴിയുമ്പോഴേക്കും അവരുടെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അങ്ങനെ വരും, നമ്മളങ്ങനെ പാകപ്പെടും. അതിന് പറ്റിയ നല്ല ഒരു എൻവയോൺമെന്റ് ഉള്ള സ്കൂളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ആക്കട്ടെ. പിന്നെ എക്സാമിനേഷൻ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതൊരു വളരെ ഓതന്റിക് ആയിട്ട് വാലിഡിറ്റി ഉള്ള ഒരു അസസ്മെന്റ് ആയിരിക്കും എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ നടത്തുന്നതും ക്വാളിറ്റിയിൽ പെടുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് മോഡ്യൂൾ 5. ഇറ്റ്സ് വെരി ഈസി, ചുമ്മാ അങ്ങനെ വായിച്ചാൽ മതി. മോഡ്യൂൾ 5 അതിനകത്ത് നിങ്ങൾക്ക് ടെൻഷനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. ഫാമിലിയാണ് ഫസ്റ്റ് പ്രൈം മെമ്പേഴ്സ്. ഒരു കുട്ടിയുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അവിടെയുള്ള മെമ്പേഴ്സ് ആണ് അവരുടെ ഫസ്റ്റ് ടീച്ചേഴ്സ്. ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പിന്നെ അവർ രണ്ടാമത്തെ ഫേസിലേക്ക് വരുന്നതാണ് സ്കൂള്. ആ സമയത്ത് ടീച്ചർമാര് മാത്രമല്ല കുട്ടികളെ നോക്കണ്ടേ, ഫാമിലിയുടെ ഇടപെടലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സും പാരന്റ്സ്, മെയിൻലി പാരന്റ്സ്, അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സ്കൂൾ എപ്പോഴും പാരന്റ്സിനെ ആ ഒരു ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പാരന്റ്സ് അവെയർ തന്നെയാണ് അവരുടെ റോൾ എന്താണ്, കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരു ഫാമിലിയുടെ റോൾ എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള അതിനുള്ള കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും ജസ്റ്റ് ഇതൊന്നും വായിച്ചാൽ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ്, നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞു, പാരന്റ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞു, ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ് പറഞ്ഞു, സ്കൂൾ ബെനിഫിറ്റ് പറഞ്ഞു അല്ലെ. സ്റ്റുഡൻസിന് അവർ നല്ല പോലെ അവരുടെ അക്കാദമിക് അച്ചീവ്മെന്റ്, പാരന്റ്സിന് എന്താ, അവർ ഹാപ്പി ആവൂലേ കുട്ടികൾ ഇങ്ങനെ ആവുമ്പോഴേക്കും. അവർക്ക് സ്കൂളിന്റെ രീതികൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. പാരന്റ്സും കുട്ടികളും അതുപോലെ തന്നെ പാരന്റ്സും ടീച്ചറും തമ്മിൽ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. നമ്മൾ സ്കൂളിലൊരു, ഞാൻ എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ട് ഒരു സ്കൂളിലൊരു ഇന്റർവെൻഷൻ നടത്തിയ സമയത്ത് ഒരു പാരന്റ് എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം കേട്ടോ. ഞാനൊരു എക്സ്റ്റേണൽ സപ്പോർട്ടായിരുന്നു, ഞാൻ ആ സ്കൂളിന്റെ സ്റ്റാഫ് അല്ല. പാരന്റ് എന്നോട് പറയുക, അവന് എന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യം, ഭയങ്കര ദേഷ്യമായിരുന്നു, എന്നോട് മിണ്ടാറേ ഇല്ലായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അത് ചോദിക്കുമ്പോ ദേഷ്യപ്പെട്ട് എന്നെ വഴക്ക് എന്നോട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ അവൻ ഇപ്പൊ എന്നോട് സംസാരിക്കാറുണ്ട്, എന്റെ കൂടെ ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മളൊരു പാരന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇന്റർവെൻഷൻ അവിടെ നടത്തിയപ്പോ കുട്ടി മാറുക. അപ്പൊ കുട്ടിയുടെ ബിഹേവിയർ ഇഷ്യൂ ഉണ്ടായിരുന്നത് കണ്ടീഷനായി മാറി. ഇത് തന്നെയാണ് നമ്മളുടെ റോൾ എന്ന് പറയുന്നത് ആസ് എ ടീച്ചർ. ടീച്ചർക്ക് എന്താ, ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഐ ക്യാൻ ഡു ദിസ്, ഞാൻ ഈ ജോബിന് ഫിറ്റ് ആണെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വരും. ഓക്കെ, സ്കൂളിന് എന്താ, നല്ല ബെറ്റർ ഒരു എൻവയോൺമെന്റ് ആയി സ്കൂളിന് നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ കൂടുതൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ആ സ്കൂളിൽ നടത്തിയപ്പോ പുറത്തുനിന്ന് അറിയുന്ന ഒരാളോ ആ സ്കൂളിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. സോ ഡെഫിനറ്റ്ലി കുട്ടിയെ അവിടെ ചേർക്കാം, അപ്പൊ അവനും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ചിന്തിക്കും പാരന്റ്സ്. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. നമ്മുടെ നാട് ഒരു സ്കൂളിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം ആ നാട്ടുകാർക്ക് കിട്ടും അല്ലെ. ആ സ്കൂളുള്ള സ്ഥലമല്ലേ, അങ്ങനെ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ, ആ സ്കൂളിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. നമ്മൾ ചൈൽഡ് സെന്റേർഡ് കാര്യങ്ങളും ഫാമിലി സെന്റേർഡ് കോപ്പറേഷൻ പാർട്ട്ണർഷിപ്പ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് അങ്ങനെ കാര്യമായി നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കീ ഡയമെൻഷനിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേറ്റിംഗ്, കണക്ടിങ്, ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ, building community and identity, recognizing the role of the family, consultative decision making, collaborating beyond the school, and participating. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ
കമ്മ്യൂണിക്കേറ്റിംഗ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ ഒരു കീ ഡയമെൻഷൻസ് അതൊന്ന് നോക്കുക കേട്ടോ. ഓരോ കീ ഡയമെൻഷൻസ് എന്താണ് പറയുന്നത്. അപ്പൊ ആ ഒരു കീ ഡയമെൻഷന്റെ മുമ്പ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഫാമിലി പാർട്ട്ണർഷിപ്പ്, അതിലൊരു പ്രിൻസിപ്പളുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് സെമിനാർ എടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസും ആ ഒരു ടേബിളിലെ കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. ശരിക്കും ഈ ഒരു മോഡ്യൂളില് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് നല്ലപോലെ കറക്റ്റ് മനസ്സിലാവും. ഒരു പ്രാവശ്യം വായിച്ചാൽ ഹോൾ ടോപ്പിക്. 4th യൂണിറ്റിന്റെ ടീച്ചർ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. 4th യൂണിറ്റ് ജസ്റ്റ് അത് പാരന്റ്സിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അത് നിങ്ങളുടെ ഒരു റിസർച്ച് തന്നെയാണ് കേട്ടോ. ആസ് എ ടീച്ചർ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇനി വർക്ക് ചെയ്യാൻ പോകുന്നവർക്കും ഒരു റിസർച്ച് ആണ്. പാരന്റ്സിനെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിന് വേണ്ട മെത്തേഡ്സ്, കാര്യങ്ങൾ, അതാണ് 4th യൂണിറ്റിൽ പറയുന്നത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതാണ് ഫാമിലി മാനേജ്മെന്റ്, ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഫാമിലി മാനേജ്മെന്റ്, അതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതിൽ നമുക്കറിയാം നമുക്ക് പലയിടത്ത് ഡിസ്ട്രിക്ട് ലെവലില് പല രീതിയിലും സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഈ ബ്ലോക്ക് റിസോഴ്സ് ചാനൽസ് ഒക്കെ ഉണ്ട്, BRC സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവരെ സ്കൂളുകൾ വിസിറ്റ് ചെയ്താൽ സ്കൂളിൽ എന്തെങ്കിലും റിസോഴ്സ് ആവശ്യമുണ്ടോ, ചില സ്കൂളുകളിൽ ചിലപ്പോ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് ഡിസ്ട്രിക്ട് പേഴ്സണൽസ് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളും സപ്പോർട്ടുമാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ സ്കൂള് പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ ഹോം വിസിറ്റ്, നമ്മൾ കുട്ടികളുടെ വീട് വിസിറ്റ് ചെയ്യുന്നു അല്ലെ. പല കേസസിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. എന്തെങ്കിലും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യും. അല്ലാതെ കുട്ടിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് വിസിറ്റ് ചെയ്യും. വീണ്ടും പോകേണ്ടതുണ്ടെങ്കിൽ അവരോട് ഇൻഫോം ചെയ്യും, അടുത്ത സമയത്ത് ഞങ്ങൾ വരും. കാരണം നമ്മൾ അത് ഇൻഫോം ചെയ്തിട്ട് വിസിറ്റ് ചെയ്യുന്ന വിസിറ്റും, അല്ലാതെ ഒരു എമർജൻസി എന്തെങ്കിലും ആ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന രീതിയിലുള്ള വിസിറ്റും കാര്യങ്ങളും. പിന്നെ കുട്ടികളുടെ ചേഞ്ചസ്, ട്രാൻസിഷൻ, കുട്ടികൾക്ക് നടക്കുന്ന ആ ഒരു ട്രാൻസിഷൻ, ആ ട്രാൻസിഷനിൽ ഓരോരുത്തരുടെ റോള് അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം കുട്ടികൾ പ്രീ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസിഷൻ നടത്തുന്നു. അങ്ങനെ ഓരോരോ ഏജ്, ഓരോരോ സ്റ്റേജിലാകുമ്പോൾ അവരുടെ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ അഡോളസൻസ്, കൗമാരക്കാരാകുമ്പോഴേക്കും പാരന്റ്സിന് ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും പാരന്റ്സിന് പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും സ്കൂളുകാർ. എങ്ങനെ മാനേജ് ചെയ്യണം, ബെറ്റർ പാരന്റിങ് എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ പാരന്റ്സിന്റെ മീറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതില് പാരന്റ്സിന്റെ റോള്, ടീച്ചേഴ്സിന്റെ റോള്, സ്കൂൾ മാനേജ്മെന്റിന്റെ റോള്, അഡ്മിനിസ്ട്രേഷന്റെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിനകത്ത് വരുന്നത്. ട്രാൻസിഷൻ എന്നുള്ളത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ്, നല്ലൊരു പോസിറ്റീവ് ട്രാൻസിഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. പിന്നെ ലാസ്റ്റ് പറഞ്ഞല്ലോ എലമെന്റ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. അത് പാരന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബെറ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാം ക്രിയേറ്റീവായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും, നിങ്ങൾ ടെൻഷൻ ഒന്നും വിചാരിക്കണ്ട. എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുവാണെങ്കിൽ ഞാൻ മെയിൻ എക്സാം മറ്റേ ഡിപ്ലോമയുടെ മറ്റു സബ്ജക്റ്റിന്റെ എക്സാമിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. നാളെ മൺഡേ അല്ലേ എക്സാം, അതോടുകൂടി കഴിഞ്ഞല്ലോ അല്ലെ. വൈവ അറ്റൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടോ? എക്സാം എല്ലാം എഴുതുന്നുണ്ട്, വൈവ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇത് അറിയുന്നുണ്ടോ? അധികം പേരെ ഞാൻ വൈവ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ ബാച്ച്. റെക്കോർഡഡ് ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല മിസ്. ആരും കോണ്ടാക്ട് ചെയ്തില്ല, വൈവ അറ്റൻഡ് ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ടേ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? താങ്ക് യു മിസ്, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് തന്നേനെ ഒരുപാട് താങ്ക് യു. കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് കുറെ പേര് റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുന്നവരുണ്ടായിരുന്നു, പിന്നെ കുറെ പേര് ക്ലാസ് മിസ്സിംഗ് ഉണ്ട്. നമുക്ക് എല്ലാ എക്സാം ഒക്കെ വന്നപ്പോഴേ എല്ലാം കൂടി ഒരു ഇതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് മിസ്. അതേ സ്കൂളിൽ കയറിയതിനു ശേഷം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ ഓരോ ടെൻഷനാ, പാരന്റ്സ് ഓരോരുത്തർ വിളിക്കും, പിന്നെ ഓരോ കാര്യങ്ങളാണ് സ്കൂളിൽ തന്നെ. ഒന്ന് സെറ്റിൽ ആവാൻ സമയമായിട്ട് ആവണേ ഉള്ളൂ അല്ലെ. ജൂണ് തുടങ്ങി ജയശ്രീ ചേച്ചിനെ കാണാൻ കിട്ടുന്നില്ല മിസ്സേ, ഞങ്ങൾക്ക് ആർക്കും കാണാൻ കിട്ടുന്നില്ല ജയശ്രീ ചേച്ചിനെ.
ജസ്റ്റ് ഫാമിലി മാറ്റേഴ്സ് അത് കൂടെ വയ്യെങ്കിലും ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയും കൂടിയാണ് പ്രീ സ്കൂൾ ആയതുകൊണ്ട്. Sunday പോണോ? യു കെ ജിയിലായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു മിസ് അർജന്റായിട്ട് പോയായിരുന്നു. അപ്പൊ ആ മിസ് തിരിച്ചു വന്നു. ഒരു സീരിയസ് സിറ്റുവേഷനിൽ പോയതാണ്. അച്ഛന് വയ്യാഞ്ഞിട്ട് പെട്ടെന്ന് തളർന്നു പോയി. അപ്പൊ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോ പ്രീ സ്കൂളിൽ മിസ്സില്ല. അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് മാറി. അതുകൊണ്ട് ഇപ്പൊ കുട്ടികളുടെ കൂടെയാണ്. അങ്ങനെ Saturday പോണോ സ്കൂളില്? സാറ്റർഡേ വരെ ഉണ്ട്. ഇപ്പൊ ഈ ആഴ്ച എന്തോ ഇല്ലാത്തത് ഭാഗ്യം എന്ന് വെച്ചാ എക്സാമിന്. ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു മിസ്സിനോട്. ജസ്റ്റ് ലെസൺ പ്ലാൻ ഒക്കെ എഴുതാനാണ് മെയിനായിട്ട്. ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വർക്കിംഗ് ഒരുമിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് യു കെ ജി മിസ്സുമാരൊക്കെ ആയിട്ട്. അങ്ങനെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ? വീട്ടില് ഇപ്പൊ പെയിന്റിങ് ആയിരുന്നു മിസ്. അതുകൊണ്ട് അതിന്റെ തിരക്ക്. വീട്ടില് 3 പേർക്കും പാടില്ല, കുട്ടികൾക്കും പാടില്ല. ഭയങ്കര ടെൻഷനാ. കാരണം കുട്ടികളെ 3 പേരെ റെഡിയാക്കിയിട്ട് വേണം പോവാൻ. മിസ് ജയശ്രീ ചെക്ക് ചെയ്യായിരുന്നു ഞാൻ വീട്ടിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന്. ജയശ്രീക്കിന് നോക്കുവാ വീട്ടില്. അതെ അതെ. അത് പെയിന്റിങ് ആയോണ്ടേ അത് നമുക്കും കിട്ടി. അത് ജലദോഷം, പൊടി, ചുമ, പനി അങ്ങനെ എല്ലാം ഉണ്ട്. മാസ്ക് ഇട്ട് പോണെന്ന് വിചാരിക്കും ഞാൻ ഇടയ്ക്ക്. പിള്ളേർക്കേ അവര് കരച്ചിലുള്ള പിള്ളേരുണ്ട് മിസ്. എന്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങുള്ളൂ. മടിയിൽ ഞാൻ തന്നെ കിടത്തി ഉറങ്ങും. 2 വയസ്സുള്ള കുട്ടിയുണ്ട് മിസ്. ശരിക്കും പ്രീ സ്കൂൾ മാത്രമല്ല, ഡേ കെയറിനും കൂടെ എഴുതി വെക്കും. കാരണം കുഞ്ഞ് എപ്പോഴും കരച്ചില്ല, ഫുൾ ടൈം കരച്ചില്ല. ഇടയ്ക്ക് ചില കുട്ടികളുടെ കരച്ചിൽ ഞാൻ മാറ്റുന്നത് അതേപോലെ ഞാനും കരയും. അപ്പൊ അവരിങ്ങനെ നോക്കി അവരിങ്ങനെ നോക്കിയിരിക്കും. ഞാനും പറയും എനിക്കും എന്റെ അമ്മേനെ കാണണം. ഞാനും അമ്മേനെ വിട്ടിട്ടല്ലേ വന്നേക്കണേ. അപ്പൊ ചില കുട്ടികൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കും മിസ്സിനും കാണണോ അമ്മേനെ. ശരി, അത് നല്ലൊരു ഐഡിയ. ഇതൊക്കെ ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു കരയുമ്പോ ചിലപ്പോ ചില കുട്ടികളെ കരച്ചില് മാറും. ചില കുട്ടികൾ കരച്ചില് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും, മിസ്സും കരയാണല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ദിവസം ഓരോ ടെക്നിക്കാണ് മിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സാൻഡ് പേപ്പർ കാർഡ്സ് അങ്ങനെ എന്താ പറയാ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, കളേഴ്സ്. എന്നിട്ട് അവരോട് ചോദിക്കാം, അവർക്ക് കളറൊക്കെ അറിയാം കേട്ടോ, ഓട്ടോമാറ്റിക്കലി അറിയാം അവർക്ക്. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുക്കും. അങ്ങനെ 2 രീതിയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇന്നൊരു ക്ലാസ്സിൽ ഒരു അമ്മയുടെ കൺസേൺ, അത് ടെൻഷനാണേ. എന്റെ കുട്ടി എഴുതുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 3 വയസ്സായി. ഞാൻ പറഞ്ഞു 3 വയസ്സുകാരനെ എഴുതില്ല. അവന് പേരൻസിന് കൊടുത്ത ഒരു ബലം ഇല്ലാത്ത പോലെ കുട്ടിയുടെ വിരല് ഡെവലപ്പ് ആയിട്ടില്ല. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ മണ്ണപ്പം ചുട്ടും മാവിൽ കയറി പേരക്ക പറിച്ചും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വലിഞ്ഞു കയറി നമ്മുടെ വിരലൊക്കെ നല്ല അവിടെ ഒക്കെ വലിഞ്ഞു കയറുമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഡിജിറ്റൽ വേൾഡ് ഇല്ലല്ലോ. നമ്മളിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മളുടെ വിരലുകൾക്ക് നല്ല ബലമാണ്, മണ്ണിലെഴുതും ഒക്കെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ സ്ക്രോൾ ചെയ്യലല്ലേ ഉള്ളൂ. ആ സെൻസേഷൻ തന്നെ നഷ്ടപ്പെടും, അവർക്ക് ബലവും ഇല്ല. അപ്പൊ 3 വയസ്സല്ലേ ആയുള്ളൂ, കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് പറഞ്ഞു. ശരിയാണ് മിസ്. ഇവിടെ സംസാരിച്ചെല്ലാം തുടങ്ങിയിട്ടില്ല പിള്ളേരെ. ചില കുട്ടികളെന്നാ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കും, ചില കുട്ടികൾ ആവുന്നേ ഉള്ളൂ. ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ വിളിക്കുമ്പോഴാണ് ഓരോ കുട്ടികളുടെ ാവുന്നത്. അവരോട് സംസാരിക്കാൻ ആളില്ല, അവർക്ക് നൈബേഴ്സ് ഇല്ല, അടുത്ത കുട്ടി ആരായിട്ടും മിങ്കിൾ ചെയ്ത് ഇപ്പൊ സംസാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അച്ഛനമ്മമാര്. അതുപോലെ ഞങ്ങളൊരു തന്നെ തന്നെ ആയിപ്പോയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വിടുന്നേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും അടുത്ത എന്തായിരുന്നു? മിസ്സേ അതുപോലെ തന്നെ എന്റെ മകനെ ഇപ്പം 2.5 വയസ്സ് 2.25 വയസ്സ് അങ്ങനെ ആയിട്ടുള്ളൂ. അവൻ സംസാരിക്കാൻ പിന്നോക്കാ. എന്നുവെച്ചാ അവൻ അപ്പ അമ്മ അങ്ങനെയൊക്കെ പറയും, എന്നാൽ പിന്നെ അങ്ങനെ എക്സ്ട്രാ അങ്ങനെ വേർഡ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. മൂപ്പര് ഫുള്ള് ആക്ഷനാ. എന്നുവെച്ചാ അവൻ പറയേണ്ട കാര്യങ്ങൾ അവൻ പറയും, പക്ഷെ കൂടുതലും ആക്ഷനാ കാണിക്കുക. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ എല്ലാരും പറയുമ്പോഴേ അയ്യോ ഇത് എന്താണോ ഓരോ ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാ ഇവനെല്ലാം സ്ലോ ആണ്, ഇവനെല്ലാം നടക്കൊക്കെ സ്ലോവാ. പക്ഷെ ഞാൻ ശരിക്കും അവെല്ലാം മനസ്സിലാക്കും, നമ്മൾ പറയുന്നതെല്ലാം അവന് മനസ്സിലാവും. പക്ഷെ അവൻ കൂടുതലും ആക്ഷനിലെ ഇപ്പൊ നമ്മള് എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറഞ്ഞവൻ പറയും, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയില്ല. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നത് അവൻ ചിലപ്പോ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവൻ പറയില്ല.
അങ്ങനെ ഇരുന്നേ. അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് എന്താ ചെയ്യാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ അംഗൻവാടിയില് 2:30 കഴിഞ്ഞല്ലോ, 2:45 അപ്പം അംഗൻവാടിയിൽ ചേർക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടാക്കാന്ന് വെച്ചിട്ട്, ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സ് അവിടെ ഉള്ളത്. അപ്പൊ ഒന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞായിരുന്നു അവിടെ ഇപ്പൊ നിയമം കൂടുതലല്ലേ, എന്ന് വെച്ചാൽ ഇപ്പൊ 3 വയസ്സ് തന്നെ ആവണം എന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു അപ്പൊ ഇൻസ്പെക്ഷൻ ആരൊക്കെയോ വരുന്നുണ്ട് എത്രേ, അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് മെല്ലെ കുറച്ച് നാളൊക്കെ കൊടുന്ന് ആക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒന്നുകൂടി മിംഗ്ലിങ് ആവുകയാണെങ്കിൽ ബെസ്റ്റാന്ന് എനിക്ക് തോന്നി. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനും അവനും പിന്നെ അവിടെ ഹസ്ബൻഡിന്റെ പപ്പയും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു ജോയിന്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി സംസാരിക്കുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. ഇതിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യാനപ്പുറം ചെയ്തു തരും നമുക്ക്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അവൻ അറിയാം, ഒക്കെ ചെയ്തു തരും. പക്ഷെ ആ സംസാരിക്കാൻ മാത്രം പിന്നാക്ക. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കൂട്ടെ, ഇവര് കുറെ ആൾക്കാർ പറയേ അയ്യോ ഇതെന്താ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലേ. അപ്പൊ ഞാൻ ഇവർക്ക് എല്ലാവരും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അവൻ അല്ലെങ്കിൽ എല്ലാം സ്ലോവാ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അംഗൻവാടിക്ക് വിടണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കാരണം ഒന്നുകൂടി നല്ലതല്ലേ പിള്ളേരായിട്ട് മിംഗ്ലിങ് ആകുമ്പോഴേ. ഞാൻ അപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് സംസാരം പിന്നാക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ. പിന്നെ അതുപോലെ തന്നെ രുതി ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ മോന്റെ കാര്യം ആലോചിക്കുകയായിരുന്നേ. കാരണം പകല് ഞാനും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ജോലിക്ക് പോകും, മോള് LKG UKG ആ ഒരു സമയം. അപ്പം പകല് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ എന്നെ എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവരും ജനിച്ച സമയത്ത് ഇവരോട് ഞാനാണല്ലോ സംസാരിക്കാനുള്ളൂ. അപ്പൊ ഇവരും സംസാരിക്കുന്നത് ആ ഒരു രീതിയിലായിരുന്നു തുടങ്ങിയത്. അപ്പൊ അംഗൻവാടിയിലാക്കി 2.5 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും. അംഗൻവാടിയിലേക്ക് ഒരു 10 മിനിറ്റോളം നടക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവനും കൂടെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടന്നോളൂ ആള്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആ 10 മിനിറ്റ് എന്നോട് ഇങ്ങനെ വാ പൂട്ടാതെ സംസാരിച്ചുകൊണ്ടിരിക്കും കുട്ടി. അവിടെ എത്തുന്നതും ചുറ്റ പോലെ നിർത്തും, സംസാരിക്കില്ല. ഇതുപോലെ തന്നെയാണ് അവന് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല. അപ്പോ ഇവൻ എന്നോട് നല്ലപോലെ സംസാരിക്കും. ഇവൻ വീട്ടിലുള്ള മറ്റുള്ളവരെക്കാളും എന്നോട് നല്ല രീതിയിൽ സംസാരിക്കും. അപ്പൊ ബാക്കിയുള്ളവരെ ആരെങ്കിലും കാണുമ്പോൾ ഇവനങ്ങ് മിണ്ടാതെ നിൽക്കും. അപ്പൊ ആൾക്കാർ പറയുന്നത് ഇവന്റെ ലാംഗ്വേജിന് എന്തോ പ്രശ്നമുണ്ട്, ഇവനെ ഡോക്ടറെ കാണിക്കണം അങ്ങനെ. അപ്പൊ ഞാൻ പിന്നെ അത് ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, കാരണം എന്നോട് സംസാരിക്കുന്നവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ ആൾക്കാർ എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവന് എന്തോ കുഴപ്പമുണ്ട്, ഇവന്റെ ലാംഗ്വേജിന്, ഇവനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നത്. ഇതിങ്ങനെ ഞാൻ കേട്ട് ഇങ്ങനെ ഇരിക്കുക. അംഗൻവാടിയിലെ ടീച്ചർ എന്നോട് പറഞ്ഞു പ്രണത്തിന് എന്തോ കുഴപ്പമുണ്ട്, അവൻ സംസാരിക്കുന്നേ ഇല്ല, അവനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം, ഇവന് ലാംഗ്വേജിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ചിരിക്കും. മിസ്സിനെ നോക്കിയിട്ട് മിസ്സിനോട് ഒരു മിസ് എന്നോട് ടീച്ചറാണല്ലോ, അവരോട് പറയണല്ലോ, എന്നോട് സംസാരിക്കാറുണ്ട്. ഈ വരുന്ന വഴി മുഴുവൻ വർത്തമാനം പറഞ്ഞാ വരുന്നത്. വഴിയിൽ കാണുന്നതും വണ്ടിയും എല്ലാം ഇങ്ങനെ അവൻ പറഞ്ഞ് അതിന്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് വേറൊരാള് വന്നു കഴിഞ്ഞാൽ അവൻ സംസാരിക്കില്ല. അങ്ങനെ അവനൊരു കുറേ പ്രായം വരെ തന്നെ എല്ലാരും പറയുമായിരുന്നു ഇവന് എന്തോ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ലുതിയ വീട്ടിൽ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ. എനിക്ക് കേട്ടിട്ട് എനിക്ക് എന്റെ മോന്റെ ഒരു കേസ് പോലെ തോന്നുന്നുണ്ട്. മോൻ എന്നോട് സംസാരിക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര വർത്താനമൊന്നുമല്ല. എന്നാലും അവൻ എണീറ്റിരിക്കുന്ന സമയം, ഉറങ്ങാത്ത സമയമൊക്കെ ഞാൻ അടുത്തുണ്ടെങ്കിൽ അവന് ഒരു സെക്യൂർ ഫീൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. വളരെ ഒരു കംഫർട്ടബിൾ ഫീൽ. കറക്റ്റ് ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയോ പറയില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഇടയ്ക്ക് പറയും. പാട്ട് പാടണമെങ്കിൽ ബുക്ക് എടുത്തിട്ട് അവന്റെ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണോന്ന് ഞാൻ മനസ്സിലാക്കും. എന്ന് വെച്ചാൽ അവർ കറക്റ്റ് കേൾക്കുന്നുണ്ടോ. അപ്പൊ അവൻ കറക്റ്റ് കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിനല്ല കേട്ടോ, അവനെ മോനെ ഡോക്ടർ പനിയായിട്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇവൻ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവാ ഇവൻ. അങ്ങനെ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാൻ ശ്രദ്ധിക്കാതിരിക്കുക ഒന്നും ചെയ്യില്ല. നമ്മളിപ്പോ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ട് വരും. അതായത് അവൻ്റെതായ രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളാ. ഞാൻ ഇങ്ങനെ ഓരോന്ന് അവനടുത്ത് പറയും, ഞാൻ അവനുമായിട്ടുള്ള കണക്ഷൻ. അപ്പൊ ഞാൻ ഇവനെ എന്തേലും പറയാൻ പറഞ്ഞാ അപ്പൊ അത് പറയില്ല, അപ്പൊ വേറെ എന്തേലും ചെയ്യും. നമ്മൾ പറയുമ്പോ അത് പറയില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്റെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ്റെതായ രീതിക്ക് എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. അവൻ ഓൾറെഡി സ്ലോ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു അംഗൻവാടിയിലാക്കുകയാണെങ്കിൽ പിള്ളേരുണ്ടപ്പോ ഒരു ദിവസം ഞാൻ അതുപോലെ അംഗൻവാടിക്ക് പോയി. അപ്പൊ കുട്ടികളുടെ നല്ല കളിയായിരുന്നു. അവൻ ഇങ്ങോട്ട് പോരണമെന്നില്ല, അവൻ അവിടെ കളിക്കായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ആക്കാൻ നിർബന്ധമല്ല, പക്ഷെ അവനിപ്പൊ എന്നെ മാത്രം ഇതായിട്ടുള്ള നിൽക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു സർക്കിൾ അവൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അങ്ങനെ ആക്കി നോക്കണം. ആക്കി നോക്കൂ, കാരണം അതൊരു വ്യത്യാസം വരും അവർക്ക്. പക്ഷെ ഇവൻ എന്നിട്ടും മിണ്ടിയിലായിരുന്നു, വളരെ കുറച്ചേ സംസാരിക്കുള്ളായിരുന്നു അവരോടൊന്നും.
അവൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. പക്ഷെ എന്ന് കരുതി ഭയങ്കര പാമ്പറിംഗ് ഒന്നും ഞാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ എന്റെ അടുത്ത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ കുറെ എക്സ്പീരിയൻസ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണലിലുള്ള എക്സ്പീരിയൻസും ഒക്കെ കേട്ടു. അപ്പൊ എനിവേ വെരി ഗുഡ്. മാഗസീൻ ഒക്കെ ആയോ അതോ സമയം കിട്ടാതായി പോയോ? ഇപ്പൊ എല്ലാവരും ഭയങ്കര ബിസിയാണ്. പക്ഷേ ഇനി ഞങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നോക്കാച്ചിട്ടിരിക്കുന്നേ. നമ്മൾ വിചാരിച്ച പെട്ടെന്ന് അതങ്ങ് തീരും. ഇത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മതി, പറ്റിയാൽ മതി. പ്രോബ്ലം. നിങ്ങളുടെ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ഇടയ്ക്ക് മറിച്ച് നോക്കാലോ. ഞാൻ ഒരു കണക്ഷൻ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് കാരണം അങ്ങനെ നമ്മൾ കണക്ഷൻ ഇല്ലാതെ ഒന്നും പോകുന്നില്ല. എല്ലാവർക്കും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു PG ക്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ അതേ ഒരു PG ക്ലാസ് ഉണ്ട്, അപ്പൊ നമ്മൾ പഠിപ്പിച്ച മിസ്സുമാരെ അങ്ങനെങ്കിലും കാണാലോന്ന്. ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ആ സമയമൊക്കെ ഭയങ്കര മിസ്സിങ്. എനിവേ അതൊരു ഫേസ് ആണല്ലോ ലൈഫില്. ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ സംഭവിച്ചൊരു ടൈമാണല്ലോ. ഇപ്പൊ നല്ല ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പേഴ്സണലി എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. കാരണം ഞാനും മിസ്സേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒന്നുമില്ല മിസ്സേ, ഒന്നും ഉണ്ടായിട്ടില്ല. അതെ മിസ്സേ, ഞങ്ങൾ ഓരോ എല്ലാവരും മിസ്സുമാരിലൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പൊ ഇതില് കേറി മിസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ പോയി. അതുകൊണ്ട് PG ജയശ്രീ പറവൂരൊക്കെ തന്നെയുള്ള ഒരാളാണല്ലോ. ഞാനും എന്താ പറയാ ഞാനും ഞങ്ങളെല്ലാരും മിസ്സിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും മിസ്സേ. ആണോ? മിസ്സിന്റെ സൗണ്ട് ഒക്കെ നല്ല സൗണ്ടാണ്. ഇപ്പൊ എന്റെ മോൻ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു, നല്ല സൗണ്ട് ആണ് മിസ്സിന്റെ. താങ്ക് യു മോനെ. മിസ്സേ, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല. ഷാരിമോളാണ്, ഷാരിയാണ്. അത്ര വിഷയം കയറിയിരുന്നല്ലോ, അന്നും എന്നോട് എന്തോ സംസാരിച്ചു. മിസ്സേ എന്ന് വെച്ചാൽ എനിക്ക് വൈവൊക്കെയുള്ള ഡേ കിട്ടിയപ്പോഴേക്കൊക്കെ ഹസ്ബൻഡിന്റെ പ്രോബ്ലം ആയിട്ട് എനിക്ക് അന്ന് നമ്മൾ അവിടുന്ന് പ്രാക്ടിക്കലിന് പോയ ഡേയിലായിരുന്നു ഹസ്ബൻഡിന് സ്ട്രോക്കിന്റെ ഇതുപോലെ വന്നു. നേരെ ഞാൻ അവിടെ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ടാ പോയത്, ഹോസ്പിറ്റലിലേക്കായിരുന്നു പോയത്. എനിക്ക് ആ ഒരു സ്റ്റേജിലൊക്കെ എനിക്ക് അനിമോളായാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ആ ലാസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ആക്ടിവിറ്റീസ് ഒന്നും എന്റെ കംപ്ലീറ്റ് അല്ലായിരുന്നു. പക്ഷെ എന്റെ മോളും എന്റെ കൂടെ നിന്ന് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ അന്ന് ആ വൈവയുടെ തലേദിവസിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. മോളായാലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്, അനിമോളായാലും ലുതി ആയാലും ജയശ്രീ, എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. മിസ്സിനും ഒത്തിരി താങ്ക്സ്. ഞാൻ വിളിച്ച് ആ വൈവയുടെ ഇതിന് ഡേറ്റ് എനിക്ക് ചേഞ്ച് ചെയ്ത് തന്നെ. അപ്പൊ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷം ഉണ്ടില്ല. എനിക്ക് ആകെ ടെൻഷനായിരുന്നു ഈ ലാസ്റ്റ് ടൈമിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ. ഒത്തിരി താങ്ക്സ് മിസ് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം. കോൺവെക്കേഷൻ ഒക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തൊക്കെ വരും. സാറ്റർഡേ പലർക്കും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഏത് ഡേ ആണ് നിങ്ങൾക്ക് ഡേ കിട്ടിയോ? ഞാൻ അറിഞ്ഞിട്ടില്ല. 23 ആണോ? അല്ല മിസ്, 18th തന്നെയാണ്. 18th. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കന്ന് കാണാം. കുറെ മെമ്മറീസ് നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും നല്ലപോലെ എഴുതൂ. PG എക്സാം അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. അതുവരെ നല്ല സ്കോറാണ് എല്ലാവരുടെയും കണ്ടിരിക്കുന്നത്. സോ റിലാക്സ് ചെയ്ത് പഠിക്കാവുന്ന 2 സബ്ജക്റ്റുകളാണ് ശരിക്കും. നമുക്ക് വാസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ അതിലൊക്കെ ഇറങ്ങി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അത് കുഴപ്പമില്ല. കാരണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. കാണുമ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും. ഓക്കെ, അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഇടപെടലുകൾ കുറെ ജീവിതങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മിസ്സേ. താങ്ക് യു മാം. രാജുവിന്റെ മോളാണോ? ക്ലാസ് തുടങ്ങിയില്ലേ മോളെ? തുടങ്ങി. UKG ആണ്. UKG ആണ്. ഓ, പുതിയ സ്കൂളിലൊക്കെ പുതിയ സ്കൂളിൽ നിന്ന് LKG UKG-യിലേക്കായി. ചെറിയ ആള് LKG-യിലും പോകാൻ തുടങ്ങി. ആണോ? ശരി ശരി. പക്ഷെ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ പെൻസിൽ പിടിക്കാൻ പോലെ അവർക്ക് കഴിക്കേ. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കും താജു. ഞാൻ ഒരു ആക്ടിവിറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കാർഡ്ബോർഡ് ബോക്സുകൾ കിട്ടുമല്ലോ. അപ്പൊ സൈസ് എന്ന് പറയുന്നത് ഇത്രയും വലിയ നോട്ട്ബുക്ക് വേണമെന്നില്ല. നമ്മുടെ ചെറിയ നോട്ട്ബുക്കിന്റെ അറ്റ്ലീസ്റ്റ് ഇത്തിരി വലുതാക്കി തന്നെ അത് കട്ട് ചെയ്യാം.
ആ കാർഡ്ബോർഡ് ബോക്സ് അത് പല ജോമെട്രിക്കൽ ഷേപ്പിൽ കട്ട് ചെയ്യുക, സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അങ്ങനെ രീതിയിൽ കട്ട് ചെയ്തിട്ട് നിറയെ ഹോൾസ് ഇടുക. എന്തെങ്കിലും ഒരു പോക്കർ വെച്ചിട്ട് കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കുക, അതിന്റെ ബൗണ്ടറിയില് നടുക്കൊക്കെ ഹോൾ ഇടുക. എന്നിട്ട് നമുക്ക് ചരട് വാങ്ങിക്കാൻ കിട്ടും. ഈ കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സിന്റെ ഈ പാന്റിലൊക്കെ വരുന്ന ഒരു ഉരുട്ട ചരടുണ്ടല്ലോ, അതാണെങ്കിൽ നന്നായിരിക്കും. ആ ചരട് എന്നിട്ട് ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കെട്ടിവെക്കുക, സെക്യൂർ ആകാൻ, ഊരി പോവാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിങ്ങനെ ലൂസ് ആക്കി ഇടുക. കുട്ടിയെ കൊണ്ട് ഓരോ ഹോളിലേക്കും അത് കയറ്റി അടിയിൽ കൂടെ എടുത്ത് അടുത്ത ഹോള് അങ്ങനെ 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 ചെയ്യിച്ചോണ്ടേ ഇരിക്കുക. അവർക്ക് ഇൻട്രസ്റ്റും ആയിരിക്കും, അവരുടെ വിരല് നല്ലപോലെ മൂവ് ചെയ്യും. ഉഷാറാണ്, എഴുതാനുള്ളത് പക്ഷെ കൈക്ക് അവരുടെ മസിൽസ് വിരലിലെ മസിൽസ് ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത പോലെയുള്ള കളികളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ചെയ്യിക്കാം വീട്ടിലെന്തായാലും ക്ലോത്ത് ക്ലിപ്സ് ഇല്ലേ, തുണികള് പറന്നു പോവാതിരിക്കാൻ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കില്ലേ, ആ ക്ലിപ്പ് അത് 10ഓ 12ഓ ഒക്കെ എന്തായാലും വീട്ടിൽ കാണും അല്ലെ. ചെറിയൊരു ബേസിൻ എടുക്കുക, ചെറിയൊരു ബേസിൻ പോലത്തെ ഇത്രയും വട്ടത്തിൽ വരുന്ന ഒരു ബേസിൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വട്ടത്തിൽ ബേസിനകത്ത് ക്ലിപ്പ് അങ്ങിടുക. ക്ലിപ്പ് ഇട്ടിട്ട് കുട്ടിയെ കൊണ്ട് ആ ബേസിന്റെ എഡ്ജസിൽ ആ ക്ലിപ്പ് കൊണ്ട് ക്ലിപ്പ് ചെയ്യിക്കുക. അപ്പൊ നമ്മുടെ ഈ വിരൽ അവതരിപ്പിക്കുന്നത് ആ ക്ലിപ്പ് തന്നെ അതിൽ നിന്ന് ഊരിയെടുത്ത് ഞാൻ 2-3 പ്രാവശ്യം ഊരുക, ക്ലിപ്പ് ചെയ്യുക, ഊരുക, ക്ലിപ്പ് ചെയ്യുക. അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. മോഡ്യൂൾ 3 ആ ക്ലിപ്പോണ്ട് ചുണ്ടിനും മൂക്കിലൊക്കെ മതി. ആരോ പറയണ്ടായിരുന്നു പത്രിക കൊടുത്തു പേപ്പർ കെട്ടിയിട്ടേന്ന് വിചാരിച്ചു, സ്വന്തം മുടി ആദ്യം മുറിച്ചെന്ന് പറയണ്ടായിരുന്നു. അതും ചെയ്തിന്, കത്രിക കൊണ്ട് കണ്ണാടി നോക്കിട്ട് മുടി കട്ട് ചെയ്യോ. പിന്നെ ബ്ലഡ് ആയിട്ടുള്ള കത്രിക മുറിച്ചില്ല. ഇവിടെ ഉണ്ട് മിസ് ആ അഭ്യാസം. ഒരു ദിവസം കുറെ കിട്ടിയായിരുന്നു മുടി. അപ്പൊ അനിയത്തി ഉണ്ടായിരുന്ന ടൈം, അനിയന്റെ വൈഫേ. അപ്പോൾ അവള് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചേച്ചി ഇത്രയും മുടി വന്നേ. ഇപ്പോൾ തന്നെ കത്രിക വെച്ചിട്ട് വെട്ടിയിരിക്കുക മുടി, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് കെട്ടാൻ പറ്റുന്നില്ല. ഒന്ന് മിസ് കളിയാക്കട്ടെ എന്ന് പറഞ്ഞ മനഃപൂർവ്വം പറഞ്ഞു ഞാൻ വിട്ട്. ഇങ്ങനെ കുറച്ചൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ആ മോഡ്യൂൾ 3 കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2 ബൗൾ എടുത്തിട്ട് ഒരു ബൗളിൽ വെള്ളം, ആ വെള്ളം ഒരു സ്പൂണിൽ എംറ്റി ബൗളിലേക്ക് ഒഴിക്കുക. പിന്നെ കടല അങ്ങനെ എന്തെങ്കിലും ഒരു ബൗളിലിടുക, അത് സ്പൂൺ കൊണ്ട് മറ്റേതിലേക്ക്. അപ്പൊക്കെ അവരുടെ കൈ ഇങ്ങനെ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. പിന്നെ നമ്മൾ വീട്ടിലെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ ആ മാവ് അവരുടെ കയ്യിൽ കുറച്ച് കൊടുക്കുക. അവരത് നല്ലപോലെ മിക്സ് ചെയ്ത് അവര് ലെറ്റേഴ്സ്, നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് അവരായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളും. അപ്പോഴേക്ക് വിരലിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ സ്കൂളിൽ ചെയ്യിക്കാം. ഇതവിടെ ഒരാൾ കത്രിക കൊണ്ടാ വെട്ടണത്. ഞാനത് ഓർക്കുന്നുണ്ട് മിസ്. എപ്പൊ ചപ്പാത്തി കുഴച്ചാലും കുറച്ചേ ഞാൻ കുഴക്കുള്ളൂ, അതിൽ നിന്ന് അവളെ അടിച്ചു മാറ്റും, അതിന്ന് കൊണ്ടുപോകും. അവള് ചെയ്യാന്ന് പറഞ്ഞത് കൊളാക്കും. അതൊക്കെ കൊണ്ടുപോകലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൊടുക്കും, എനിക്ക് ഉണ്ടാക്കണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിലും സമയം പോട്ടെ എന്ന് എഴുതി കൊടുക്കും. പരത്തിയൊക്കെ തരും മിസ്. പരത്താറൊക്കെ ഉണ്ട്, അവളുടെ രീതിയിൽ അവള് പരത്തും, ചെയ്യാറുണ്ട്. വെരി ഗുഡ്. മിസ് ചെയ്യാൻ നോക്കും മിസ്, എല്ലാ മിസ്സുമാരെയും മിസ് ചെയ്യും. ഇതുപോലൊരു ക്ലാസ് ഇനി കിട്ടൂല മിസ്. എല്ലാ ജോലിയും ഒഴിവാക്കി 1.5 മണിക്ക് ക്ലാസ്സിൽ ഇരിക്കണേ. ഇപ്പൊ ഒരു സങ്കടം. അതെയോ? സങ്കടമൊന്നും വിചാരിക്കണ്ട, അത് നമുക്ക് കിട്ടിയ കുറെ നല്ല നിമിഷങ്ങൾ. എല്ലാത്തിനും ഒരു ഫേസ് ലൈഫിലെ കുറെ പേരെ പരിചയപ്പെട്ടു, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഓക്കെ മിസ്. ഹായ് മോളെ. താങ്ക് യു സോ മച്ച്. ഇവിടെ വലിയ കത്രയെ വെച്ച് നല്ല പണിയാണ്. ശരി, താങ്ക് യു മാം. ഒരാളുണ്ട്.